ഇവിടെയുള്ള ദൈവസഭ 3 ദിനങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ക്ലാസുകൾ ക്രമീകരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഭയുടെ ഹൃദയത്തിൽ കൊടുത്ത താല്പര്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സഭയുടെ ഉത്തരവാദിത്തപ്പെട്ടവരും മുന്നോട്ട് വെച്ച ആ താല്പര്യം സഭയായിട്ട് അംഗീകരിച്ചുകൊണ്ട് ഈ കാര്യങ്ങളുടെ ക്രമീകരണം വരുത്തിയതിലും ഞാൻ വളരെ സഭയെ ഓർത്ത് സന്തോഷിക്കുക. ഈ ശുശ്രൂഷയ്ക്കായി എന്നെ ക്ഷണിക്കാൻ സഭ താല്പര്യം കാണിച്ചു. കുറേ കൂടെ വിശ്വാസത്തിൽ പറഞ്ഞാൽ സഭയോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു. ആ പ്രേരണ സഭ എന്നെ ക്ഷണിക്കുവാൻ മനസ്സ് കാണിച്ചു. അതുകൊണ്ട് സഭയോടുള്ള സ്നേഹവും സന്തോഷവും ഞാനിവിടെ അറിയിക്കുകയാണ്. ഒരു നല്ല കൂട്ടം ആളുകൾ ഈ ദിവസങ്ങളിലൊക്കെ വചനത്തിൻ്റെ മുമ്പിൽ താല്പര്യപൂർവം ഇരിക്കുന്നു എന്നുള്ളതിൽ ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുകയാണ്. നമ്മൾ ത്രിയേകത്വം എന്ന വിഷയമാണ് വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ ഇവിടെ ഞാനുൾപ്പെടെ നമ്മളൊന്നിച്ച്, ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയല്ല, നമ്മളൊന്നിച്ച് ഇത് പഠിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഇത് പഠിക്കും തോറും ഹൃദയത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തുടിപ്പെന്നോ ഇളക്കമെന്നോ ചലനമെന്നോ ഒക്കെ പറയത്തക്കവണ്ണം വല്ലതും തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് തോന്നിയാലും ഇല്ലെങ്കിലും ഞാൻ എവിടെയെല്ലാം എൻ്റെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞോ, ഈ ത്രിയേകത്വം മാത്രമല്ല, എൻ്റെ ദൈവത്തെക്കുറിച്ച് പറയുന്നുണ്ടോ, അപ്പോഴെല്ലാം മറ്റേതൊരു നിമിഷത്തേക്കാൾ എൻ്റെ ഹൃദയം ആനന്ദം കൊണ്ട് തുടിക്കാറുണ്ട്. അതിപ്പം നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോഴും ഉണ്ട്. നിങ്ങളെന്നെ കാണുമ്പോൾ അറിയാം. മുഖം ശരീരമൊക്കെ ബ്ലാക്കാണെങ്കിലും മുഖത്ത് നിങ്ങൾ നോക്കിയാൽ ഒരു ഗ്രേസ് അനുഭവപ്പെടുന്നില്ലേ? അത് ഇതിൻ്റെയാണ്. അത് നമുക്കുണ്ടാകണം. സ്തെഫാനോസ് യേശുവിനെ ഉയർത്തിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അവൻ്റെ മുഖം ദൈവദൂതൻ്റെ മുഖം പോലെ വിളങ്ങിക്കണ്ടത്. നമ്മൾ ചില സമയത്ത് ഈ പഴങ്കഞ്ഞി പണ്ട് കുടിക്കുന്നത് പോലത്തെ ഒരവസ്ഥയിലാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ ഞങ്ങളെപ്പോഴേ കേട്ടത്. കൊല്ലൻ്റെ ആലയിലെ ശ്വാനനെ പോലെയാണ്. ഇനി ശ്വാനൻ എന്നാണ് ഈ പിള്ളേരോട് പറഞ്ഞു കൊടുക്കുന്നത്. അത് മറ്റേതൊരു നല്ല വാക്കല്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഉപയോഗിച്ചത്. ഓക്കെ, അതുകൊണ്ട് ഈ ദൈവത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, ഞാൻ വിഷയത്തിലേക്ക് വരാൻ നമുക്ക് സമയമുണ്ട്. ഈ ക്ലാസ് അത്യാവശ്യത്തിന് തീരാറായി. ചുമ്മാ ഈ വലിച്ചു നീട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമില്ല. വലിച്ചു നീട്ടിക്കൊണ്ട് പോയാൽ മിക്കവാറും നാളെ രാവിലെ 2 മുട്ട എനിക്ക് തരേണ്ടി വരും. അപ്പോൾ അത് ഉണ്ടാകാതിരിക്കാൻ എനിക്കൊരു ചിന്തയുള്ളത്, നമ്മളൊരു വിഷയം പഠിപ്പിക്കുന്നെങ്കിൽ അതിൻ്റെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മതി. അല്ലാതെ പിന്നെ അതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ ദൈവത്തെക്കുറിച്ചിങ്ങനെ പഠിക്കുമ്പോഴുണ്ടല്ലോ,
ഈ പഠിക്കുമ്പോൾ നമ്മളിൽ സംഭവിക്കേണ്ട ഒരു കാര്യം, പൗലോസും പത്രോസും തൻ്റെ ലേഖനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാമത്തേത് കൊലോസ്യ ലേഖനം 1:10. അവിടെ കൊലോസ്യയിലെ വിശുദ്ധന്മാർക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ആത്മീയ ജീവിതത്തിൽ വളർന്നു വരേണ്ട നിരവധി കാര്യങ്ങൾ ഓർപ്പിക്കുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഓർപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളർന്നു വരണമെന്നാണ്. സ്തോത്രം. അപ്പോൾ ഈ വചന പഠനം കൊണ്ട് ഇവിടെ ഇരിക്കുന്ന യുവതി യുവാക്കൾക്കും പ്രായമുള്ളവർക്കും സാധിക്കേണ്ട കാര്യം, ഇതിനെതിരെ പറയുന്നവർ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ അവരുടെ തല തല്ലി താഴെയിടുക എന്നുള്ളതല്ല. എൻ്റെ ദൈവം, ആ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നമ്മളിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? വളർന്നുകൊണ്ടിരിക്കണം. അത് തന്നെയാണ് പത്രോസ് തൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 18-ാം വാക്യത്തിലും പറയുന്നത്. കർത്താവായ യേശുവിൻ്റെ കൃപയിലും ക്രിസ്തുവിലും കർത്താവായ യേശുവിൻ്റെ കൃപയിലും നിങ്ങൾ വളർന്നു വരുവീൻ എന്നാണ്. ആ ഒരു വളർച്ചയുടെ തുടക്കം ഇതുവരെ സംഭവിച്ചിട്ടില്ലെങ്കിൽ ഈ ക്ലാസ്സിൽ നമുക്കതങ്ങ് തുടങ്ങാം. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ഒരു വിശ്വാസി വളർന്നു വരുമ്പോഴുണ്ടല്ലോ, ആ ദൈവത്തെ നമ്മൾ അടുത്തറിയുകയാണ് ചെയ്യുന്നത്. അടുത്തറിയുക. ഈ ഉപദേശം മാത്രം പോരല്ലോ, നമ്മൾ ദൈവത്തെ അടുത്തറിയുക. അടുത്തറിയുക. ദൈവത്തെ നമ്മൾ അടുത്തറിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദൈവത്തിൻ്റെ സ്വഭാവം പയ്യെ ഇങ്ങോട്ട് വരും. സദൃശ്യവാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു, നീ ജ്ഞാനികളോടുകൂടെ നടക്ക, അല്ലെങ്കിൽ ജ്ഞാനിയോടുകൂടെ നടക്ക, നീ ആരാകും? ജ്ഞാനിയാകും. പണ്ട് കാലത്തൊക്കെ ഒരു പറച്ചിലുണ്ട്, നീ ആരാണെന്ന് അറിയണമെങ്കിൽ നിൻ്റെ കൂട്ടുകാരൻ ആരാണെന്ന് അറിഞ്ഞാൽ മതി. യെസ്, നമ്മൾ ആരാണെന്ന് ലോകമറിയണമെങ്കിൽ നമ്മുടെ കൂട്ടുകാരൻ ആരാണെന്ന് അവരറിയണം. കർത്താവ് സഹായിക്കട്ടെ. അങ്ങനെയുള്ളവർക്ക് ഒരു കാര്യം കൂടെ പത്രോസ് പറയുന്നുണ്ട്. 2 പത്രോസ് 1:4 ലോകത്തിൻ, അതൊന്നും ഇവിടെ എഴുതി വെച്ചിട്ടില്ല. ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ബാക്കി പറഞ്ഞ്. ബ്രദറെ, ഞങ്ങൾക്ക് അങ്ങനൊന്നും പറയാൻ പറ്റുകയില്ല. നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് സ്ത്രീകൾ സഭായോഗത്തിൽ ദിവ്യ സ്വഭാവത്തിന് ആരാകുന്നു? കൂട്ടാളികളാണ്. എത്ര മനോഹരമായ വാക്യമാണെന്നറിയാമോ അത്? നിങ്ങളൊന്ന് ചിന്തിച്ച്, നാം ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദൈവത്തോടടുത്ത് ജീവിക്കും തോറും ആ സ്വഭാവത്തോട് നമ്മളങ്ങ് ചേരുക. ആ ദിവ്യ സ്വഭാവത്തിന് നമ്മൾ കൂട്ടാളികളായി തീരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പഠനം അതിനുപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നലെ വൈകുന്നേരം നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ ഈ വിഷയത്തിൽ എടുത്തത്. അതെന്തായിരുന്നു? സാരാംശത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ്, അടിസ്ഥാനപരമായി ഈ 3 ആളത്വങ്ങളെക്കുറിച്ച് നമ്മൾ എത്രയോ വാക്യങ്ങളാണ് പഠിച്ചതല്ലേ? എത്രയോ വാക്യങ്ങൾ നിങ്ങൾ എഴുതിയെടുത്തവർക്കറിയാം. ആ വാക്യങ്ങളിലൊക്കെ കണ്ടത് ഇതിന് വിപരീതമായി പറയുന്നവരുടെ വായടയത്തക്കവണ്ണം ഇത് 3ഉം കൂടെ കൂടുന്ന ഒരു നാമമാണ് യേശുവെന്ന നാമം. അത് തെറ്റാണ്. ഓരോ ആളത്വങ്ങളും സ്വതന്ത്രമാണ്. ഓരോ ആളത്വങ്ങളും വ്യത്യസ്തമാണ്. അപ്പോൾ തന്നെ സാരാംശത്തിൽ ഈ ആളത്വങ്ങൾ ഒന്നാണ് എന്ന് വളരെ വ്യക്തമായി നമ്മൾ പഠിച്ചതാണ്.
ഏതെല്ലാം തലങ്ങളിലാണെന്ന് പഠിച്ചു. ഞാനെല്ലാം പറയുന്നില്ല. 1, സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ. 2, യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ. അടുത്തത് രക്ഷയോടുള്ള ബന്ധത്തിൽ. പിന്നെ പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തത്തോടുള്ള ബന്ധത്തിൽ. പിന്നെ ആശീർവാദത്തോടുള്ള ബന്ധത്തിൽ, കൃപാവരങ്ങളോടുള്ള ബന്ധത്തിൽ. എന്തുമാത്രം വചനങ്ങളാണ് വിവരിച്ച് തന്ന്. ഒരു കാര്യം ഇന്നലെ സംശയമുള്ളവർക്ക് പോലും കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിച്ചു നമ്മൾ ഇന്നലെ വൈകുന്നേരം. എന്താ? 3 ആളത്വങ്ങളും വ്യത്യസ്തമായ ആളത്വങ്ങളാണെന്നും സാരാംശത്തിൽ ആ 3 ആളത്വങ്ങളും ഒന്നാണെന്നും അതുകൊണ്ടാണ് നമ്മൾ ത്രിയേക ദൈവമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്തോ ഒരു സന്തോഷമാകും. ഇനി നമ്മൾ ഇന്നലെ വൈകുന്നേരം തുടങ്ങി വെച്ചതിൻ്റെ ബാക്കി ചിന്തിക്കാൻ പോവുകയാണ്. എന്താ തുടങ്ങി വെച്ചത്? പുത്രൻ്റെ ദൈവത്വം. പിതാവ് ദൈവമാണെന്നുള്ളതിന് തൃത്വനിഷേധികളായവർക്ക് പിതാവ് ദൈവമാണെന്നുള്ളതിനകത്ത് സംശയം ഇല്ല. അത് നമ്മൾ ചിന്തിച്ച് 1-2 വാക്യമെടുത്ത് അത് ചിന്തിച്ച് ധാരാളം മതി. കാരണം അതിന് വലിയ തെളിവ് വേണ്ട. കാര്യം ഇത് സമ്മതിച്ചിരിക്കുന്ന കാര്യമാണ്. ഇവിടെ സമ്മതിക്കാൻ ബുദ്ധിമുട്ടുള്ള 2 കാര്യമാണ്. എന്താ? പുത്രൻ ദൈവമാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്നുള്ളതിലാണ് സംശയം കിടക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ പുത്രൻ്റെ ദൈവത്വം നമ്മൾ 2-3 കാര്യങ്ങളാണ് ഓർത്തത്. എന്തൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? നമ്മളൊരു 3 വാക്യം അതിനു വേണ്ടി എടുത്തു. 1 യെശയ്യാവ് 9:6 ആയിരുന്നു. എന്തായിരുന്നു? ഈ ഉയരത്തിലോട്ട് പോകുന്തോറും മൗനമാണോ? ഉയരത്തിലോട്ട് പോകുന്തോറും മൗനമാകരുത്. പിന്നെ നമ്മൾ ഉയരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ മിണ്ടാതെങ്ങനെ ഇരിക്കുന്നത്. അതുകൊണ്ട് സജീവമായി ഒടുവിലത്തെ ക്ലാസ്സാണ്. വീരനാം ദൈവം. അതാരെക്കുറിച്ച് പറയുന്നതാ? പുത്രനെക്കുറിച്ച് പറയുന്നതാ, പിതാവിനെക്കുറിച്ച് പറയുന്നതല്ല. യേശു ജനിക്കുന്നതിനും 750 വർഷം, ഏകദേശം 700-ൽ പരം വർഷം മുൻപ് പ്രവാചകനായ യെശയ്യാവിലൂടെ ദൈവാത്മാവ് ജനിക്കാൻ പോകുന്ന, മനുഷ്യനായി തീരാൻ പോകുന്ന ദൈവത്തെക്കുറിച്ച് പറയുകയാണ്. അവൻ ആരാണ്? വീരനാം ദൈവം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ വീരനാം ദൈവം എന്ന പ്രയോഗം ധാരാളം മതി. എന്ത്? പിതാവിൽ നിന്ന് ഒട്ടും പറഞ്ഞേ നിങ്ങൾ കുറഞ്ഞവനല്ല. അപ്പോൾ വീരനാം ദൈവം എന്ന പ്രയോഗം മതി. എന്ത്? പിതാവിനേക്കാൾ ഒട്ടും താഴെയല്ല ആര്? കാരണം എന്താ? വേദപുസ്തകം നിങ്ങൾക്കറിയാം. യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ ഒരു വാക്യമുണ്ട് 3-ാം അധ്യായത്തിൽ. ഇസ്രയേലിനോട് പറയുന്നൊരു പ്രയോഗമാണ്. കേട്ടോണം, ചെറുപ്പക്കാരെല്ലാം കേട്ടോണം. എന്താണ് അവിടെ പറയുന്നത്? നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യത്തിൽ ഇരിക്കുന്നുവെന്നാണ്. മനസ്സിലായില്ലേ? അപ്പോൾ പഴയ നിയമത്തിൽ യഹോവയായ ദൈവത്തെക്കുറിച്ച് സെഫന്യാവിലൂടെ അരുളി ചെയ്യുന്നത് ഇസ്രയേലിനോട് നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി. അതേ പ്രയോഗമാണ് യെശയ്യാവ് 9:6 പറഞ്ഞിരിക്കുന്നത്. അവൻ വീരനായ ദൈവം, വീരനാം ദൈവം. അത് യേശുക്രിസ്തു പിതാവിനേക്കാൾ താഴ്ന്നവനല്ല, പിതാവിനേക്കാൾ സമനാണ്, പിതാവിനോട് സമത്വമുള്ളവനാണ്. പിതാവ് വീരനാം ദൈവമായിരിക്കുന്നത് പോലെ പുത്രനും വീരനാം ദൈവമാണ്. ഇംഗ്ലീഷ് പദമുണ്ട്, അത് വേറൊരു പോയിന്റ് വരുമ്പോൾ അത് ഉപയോഗിക്കാൻ ഞാൻ വച്ചിരിക്കുകയാണ്. ഇനിയും അടുത്തത് നമ്മൾ ചിന്തിച്ചത് എന്തായിരുന്നു? മറ്റൊരു ഭാഗം ഫിലിപ്പി ലേഖനം 2 അത് പിന്നെ എഴുതരുത്. അത് ഇന്നലെ എഴുതിയതാണ്. പേപ്പറും മഷയും തീർക്കരുത്. അത് ഇന്നലെ എഴുതിയതാ. ഒരാവർത്തനം നടത്തുകയാണ്. ഞാൻ പുതിയത് തുടങ്ങുമ്പോൾ പറയാം, അപ്പോൾ എഴുതുക. അതുവരെ കൈക്കൊരു റെസ്റ്റ് കൊടുത്ത് ഹൃദയം റെസ്റ്റ്ലെസ്സായിട്ടും ഇരിക്കുക, ഇത് കേൾക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഫിലിപ്പി ലേഖനം 2:6 എന്താ കണ്ടത്? ദൈവത്തോടുള്ള
ഇതൊക്കെ ഒരു വലിയ വിഷയമാണ് കേട്ടോ. ഇന്നിവിടെ കർത്തൃമേശയുള്ള ബന്ധത്തിൽ ആരോ അവരുടെ ധ്യാനത്തിങ്കിൽ ഓർപ്പിക്കുകയുണ്ടായി. അതായത് അദ്ദേഹം, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാനങ്ങനെയൊക്കെ പറയും, അവിടുന്ന് എങ്ങനെ ഇരുന്നു? ദൈവ രൂപത്തിലിരിക്കെ, ഫോം ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ രൂപം. ഇനിയും പിന്നെ ആയിത്തീർന്നത് എങ്ങനെയാ? ഈ ദൈവരൂപത്തിലായിരുന്നയാൾ എന്തായി മാറി? ഫോം ഓഫ് സർവൻ്റ്, ദാസരൂപമായി. ഇത് നിങ്ങൾ നോക്കണം. ദൈവരൂപമായിരുന്നയാള് നമുക്ക് വേണ്ടി മനുഷ്യനായി തീർന്നപ്പോൾ ആരായി മാറി? ദാസരൂപം മാറി. ഇതിൻ്റെ ഇടയിൽ എന്താ സംഭവിച്ചെന്നറിയാമോ? അവിടെ ഒരു പ്രയോഗമുണ്ട് കേട്ടോണം. ഇന്ന് നമ്മൾ ഒടുവിലത്തെ ദിവസമാണ്, എൻ്റേതല്ല, നമ്മുടെ ക്ലാസ്സിൻ്റെ. ഈ ഒടുവിലത്തെ ദിവസത്തിൽ ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ദൈവരൂപത്തിൽ നിന്ന് ദാസരൂപത്തിലേക്ക് അവിടുന്ന് ഇറങ്ങി വന്നു. അങ്ങനെ ദൈവരൂപത്തിൽ നിന്ന് ദാസരൂപത്തിലേക്ക് വരാൻ ഇതിനിടയിൽ ഒരു കാര്യം സംഭവിച്ചു. എന്താണ് അവിടെ സംഭവിച്ചത്? ഒരു വാക്കുണ്ട്, ഞാൻ പറയാം. തന്നെ താൻ താഴ്ത്തി എന്നല്ല, അത് യശയാപ്രവചനത്തിലാണ്. തന്നെ താൻ ഒഴിച്ച്, തന്നെ താൻ ഒഴിച്ചു എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഗ്രീക്ക് വാക്ക് അതിന് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന മിടുക്കന്മാർക്കറിയാം എന്താണ് ആ വാക്കെന്നുള്ളത്. എന്താണ് ആ വാക്ക്? പറഞ്ഞു, നിങ്ങൾക്കറിയാം, പഠിച്ചു വെച്ചിരിക്കുക. എന്താണ് ആ ഒഴിച്ചു എന്നുള്ളത്? കെനോസിസ് എന്ന വാക്കാണ്. കെനോസിസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമെന്നറിയാമോ? സ്വയം ശൂന്യനാക്കുക. സ്തോത്രം. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം എത്ര വലുതായിരുന്നുവെന്നോർക്കുമ്പോൾ നമുക്കെത്രമാത്രം ദൈവത്തോട് നന്ദി കാണിച്ചാലും മതിയാകയില്ല. ദൈവരൂപത്തിലായിരുന്നവൻ ദാസരൂപത്തിലേക്ക് വരാൻ അവിടുന്ന് സ്വയം എന്തായി? ശൂന്യനായി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി അത് ചിലരുടെ ഒരു ചിന്ത, അവിടെ ഒഴിച്ചത് ഞാനൊന്ന് സൂചിപ്പിച്ചു, ആദ്യ ദിവസമാണോ എന്നെനിക്കറിയാൻ വയ്യ. അവിടെ തന്നെ താൻ ഒഴിച്ചു എന്ന് പറയുന്നത് ദൈവത്വം ഒഴിച്ചെന്നാണ് പലരും ചിന്തിക്കുന്ന. ഇന്നലെയാണ് ഞാൻ പറഞ്ഞത്, രാവിലെയാണ് പറഞ്ഞത്. ദൈവത്വത്തെ ഒഴിച്ചില്ല, അദ്ദേഹം ദൈവത്വത്തെ ഒഴിക്കാതാണ് ഇവിടെ. ഇനി ഒന്നുകൂടെ ഞാൻ പറയാം, ശ്രദ്ധിക്കണേ. ദൈവരൂപത്തിലിരിക്കെ പറഞ്ഞേ, ദൈവത്തോടുള്ള സമത്വം പിടിച്ച ദാസരൂപം എടുത്ത്, ദൈവരൂപത്തിലിരിക്കെ ദാസരൂപം എടുത്തു എന്നുള്ള ആ മലയാള പ്രയോഗം ശ്രദ്ധിക്കുമ്പോൾ ദൈവരൂപത്തിലായിരുന്നു, പിന്നെ പുള്ളി അതങ്ങോട്ട് വെച്ചിട്ട് എന്തെടുത്തു? ദാസരൂപം എടുത്തു എന്നൊരു ധ്വനി വേണമെങ്കിൽ കൊണ്ടുവരാം. പക്ഷേ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കയ്യിൽ എന്നേക്കാൾ കൂടുതൽ മുഴുവൻ ഇംഗ്ലീഷ് ഉള്ളവരാണല്ലോ ഇവിടെ ഇരിക്കുന്ന നല്ല ബംഗാളുകളും. അപ്പോൾ അതിലെന്താ എഴുതിയിരിക്കുന്നറിയാമോ? ആ പ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതിൻ്റെ മലയാളം ഇതാണ്: ദൈവരൂപത്തിൽ ഇരിക്കെ തന്നെ. അങ്ങനെയാണത് എഴുതിയിരിക്കുന്നത്. ദൈവരൂപത്തിൽ ഇരിക്കെ തന്നെ എന്നാണ് അവിടെ പറയുന്നത്. എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ദൈവത്വം ഒഴിഞ്ഞു വെച്ചേച്ചല്ല വന്നത്, അവിടെ വെച്ചേച്ചല്ല വന്നത്, അവിടെ ഒഴിച്ചേച്ചല്ല വന്നത്. അപ്പം നിങ്ങൾ എന്നോടൊരു ചോദ്യം ചോദിക്കാം, നിങ്ങൾ ചോദിക്കേണ്ടത് ഞാൻ തിരിച്ചു ചോദിക്കുക. അപ്പം പിന്നെ ഒഴിച്ചതെന്താ? ദൈവത്വമല്ല ഒഴിച്ചതെങ്കിൽ പിന്നെ തന്നെ താൻ ഒഴിച്ചു, സ്വയം ശൂന്യനായി. കെനോസിസ്. അവിടെ എന്താണ് ഒഴിച്ചത്? ആരാണ്ട് പറഞ്ഞല്ലോ, മഹത്വമാ ഒഴിച്ചു വെച്ചത്. എന്തു മഹത്വം? ദൈവമഹത്വമാ ഒഴിച്ചു വെച്ചത്. അതെന്തിനാ ദൈവമഹത്വം ഒഴിച്ചു വെച്ചത്? അയ്യോ, പറഞ്ഞേ, ഒടുവിലത്തെ ദിവസം ഒന്ന് സന്തോഷിക്കേ. ഇനി ഇത് കഴിഞ്ഞൊരു റിഫ്രഷ്മെൻ്റ് ഉണ്ട്. പറഞ്ഞേ, അവിടെ എന്തിനാ ഈ മഹത്വം ഒഴിച്ചു വെച്ചേച്ചു വന്നത്? പറയാം. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിൽ മോശ പറഞ്ഞു, എനിക്ക് നിന്റെ മഹത്വം ഒന്ന് കാണണം. ഇല്ലേ? നിന്റെ തേജസ് എനിക്കൊന്ന് കാണണം. അപ്പോൾ മോശയോട് എന്നാ പറഞ്ഞ? എന്നാ കണ്ടു. ആണോ? എന്നാ പറഞ്ഞ? അത് കണ്ടാൽ ഒരു മനുഷ്യനും, പ്രൈസ് ദി ലോർഡ്, അത് കണ്ടാൽ ഒരു മനുഷ്യനും ജീവിച്ചിരിക്കുകയില്ല. അപ്പോൾ ആ മഹത്വത്തോടും തേജസ്സോടും കൂടിയാ ഇങ്ങോട്ട് വരുന്നെങ്കിൽ എന്തിനു വന്നതാ? രക്ഷിക്കാൻ വന്നതാ. ആരെ രക്ഷിക്കാൻ? മനുഷ്യനെ രക്ഷിക്കാൻ.
ഈ നിലയിലാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ പിന്നെ രക്ഷിക്കേണ്ടി വരും. ഈ നിലയിലാണ് വരുന്നതെങ്കിൽ രക്ഷിക്കേണ്ടി വരികയില്ല, പോവുകയല്ലേ, മൊത്തം ജീവനോടിരിക്കുകയല്ലെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് എന്ത് ചെയ്തു? ആ മഹത്വം അവിടെ ഒഴിഞ്ഞു വെച്ചു. ഇനി അടുത്ത ഒരു ചോദ്യം, അതിന് വാക്യമുണ്ടോ? എല്ലാം നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാനാണ് ഞാൻ ഈ ശ്രമിക്കുന്നത്. മഹത്വം ഒഴിഞ്ഞു വെച്ചു എന്നുള്ളതിന് വാക്യം വല്ലതും ഉണ്ടോ ബൈബിളിൽ? വല്ലതും ഉണ്ടോ? നിങ്ങൾ എന്നെ നോക്കുന്നതും ആ ഇരിപ്പുമൊക്കെ കാണുമ്പോൾ എടോ ഇതൊക്കെ ഞങ്ങൾ ഇതിനു മുൻപേ പഠിച്ചു വെച്ചിരിക്കുന്നതാണെന്നോ മട്ടില്ല. ഉണ്ടോ വാക്യം അതിന്? ഉണ്ട്. ആരാ പറഞ്ഞേ? 100 മാർക്ക് പറഞ്ഞവർക്ക്. അത് നോക്കിയെങ്കിലും അത് പറഞ്ഞല്ല. യോഹന്നാൻ 17:4 4 എത്ര മോനെ? 3. യോഹന്നാൻ 17:3 അവിടെ പിതാവിനോട് പറയുകയാണ്, പിതാവേ, ലോകസ്ഥാപനത്തിനു മുൻപ് എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു ചലനം വരത്തില്ല. ഞാനാണെങ്കിലും ഉണ്ടല്ലോ സന്തോഷിച്ച. ഇത് വേറെ വല്ലവരുടെ ഇടയിൽ പറഞ്ഞാൽ ഈ തട്ടെല്ലാം പറിച്ചേനെ. കാര്യം അവർക്കിതൊക്കെ കിട്ടുന്നത് വലിയ ആർത്തിയാണ്. അവിടെ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? പിതാവേ, ലോകസ്ഥാപനത്തിനു മുൻപ് എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായ എന്നല്ല, ഉണ്ടായിരുന്ന മഹത്വം. അവിടെ ഒരു കാര്യം ഞാൻ പറയാം, നീ തന്ന മഹത്വമല്ല, പിന്നെ എനിക്ക് അവിടെ ഉണ്ടായിരുന്ന മഹത്വമാ. അതിലേക്ക് എന്നെ മടക്ക് അത് തിരികെ. അപ്പോൾ അതിനർത്ഥം എന്താ? അതവിടെ വെച്ചേച്ചാ ഇങ്ങോട്ട് വന്നത്. ആ മഹത്വം അവിടെ ഒഴിഞ്ഞു വെച്ചാ വന്നത്. തിരിച്ചതിലേക്ക് പോകാൻ പോകുക. അതുകൊണ്ട് വേഗത്തിൽ അങ്ങ് പറയാം, ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളാതെ ദാസരൂപം എടുത്തപ്പോൾ സ്വയം ശൂന്യനായത് ഈ മഹത്വം അവിടെ ഒഴിഞ്ഞു വെച്ചു. അപ്പോൾ തന്നെ അവിടുന്ന് ദൈവമായിരുന്നു ഭൂമിയിലേക്ക് വരുമ്പോൾ. ആ ഒരു വാചകം ഇംഗ്ലീഷിൽ ഉള്ളവർ കണ്ടുപിടിച്ച് കാണും. അവൻ ദൈവമായിരുന്നു ഇരിക്കെ തന്നെ മനുഷ്യവേഷം അണിഞ്ഞു, അല്ലെങ്കിൽ ദാസരൂപം എടുത്തു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ പ്രയോഗത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി എന്താണ് നമ്മുടെ യേശു അല്ലെങ്കിൽ പുത്രൻ ആരാണ്? ദൈവമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, മൂന്നാമത് നമ്മൾ എടുത്ത വാക്യം എന്താ? കൊലോസ്യരൊന്നും എടുത്തില്ല, എബ്രായരായി എടുത്ത എബ്രായർ 1:3. ആ എബ്രായർ 1:3 നിന്ന് യേശുവിൻ്റെ ദൈവത്വം അല്ലെങ്കിൽ പുത്രൻ്റെ ദൈവത്വം വ്യക്തമാക്കാൻ 2 പ്രസ്താവനകളാണ് നമ്മൾ എടുത്തത്. എന്താണ് ആ 2 പ്രസ്താവനകൾ? ഒന്ന്, അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയാണ്. അവൻ പുത്രൻ, അവൻ്റെ പിതാവ്. അപ്പോൾ അവൻ പിതാവിൻ്റെ ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പ്രഭയാണ്. അപ്പോൾ എന്താ അതിന്ന് മനസ്സിലാക്കേണ്ടത്? ഇന്നലെ നമ്മൾ ഒരുപാട് ചിന്തിച്ചതാ. തേജസ്സും പ്രഭയും എപ്പോഴാണ് വെളിപ്പെടുന്നത് നമ്മൾ ചിന്തിച്ചു. തേജസ് വന്നിട്ട് എത്ര മിനിറ്റ് കഴിയും പ്രഭ വരാൻ? ഒരുമിച്ച് ഈ ലൈറ്റ് ഒന്ന് നോക്കിയാൽ പോരെ. തേജസ്സും ഉണ്ട്, എന്തുകൊണ്ട്? പ്രഭയുണ്ട്. പ്രഭയില്ലെങ്കിൽ പിന്നെ തേജസ് എന്ന് പറയാൻ പറ്റുകയല്ലോ. തേജസ് ഉണ്ടെന്ന് വെളിപ്പെടുത്തുന്നത് ഏതിനാലാണ്? പ്രഭയാലാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? തേജസ് എന്ന പിതാവ്, ആ വാക്ക് തെറ്റാണ് എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകാൻ പറയുക, തേജസ് എന്ന പിതാവ് എന്നു മുതലുണ്ടോ അന്ന് മുതൽ ഏതുകൊണ്ട്? പ്രഭയുമുണ്ട്. അപ്പോൾ പിതാവിനോട് സമനാണെന്നുള്ളത് നമ്മളവിടെ കണ്ടു. രണ്ടാമത് ആ വാക്യത്തിൽ നിന്ന് നമ്മൾ എടുത്തത് എന്താ? അവൻ തത്വത്തിൻ്റെ മുദ്ര. തത്വത്തിൻ്റെ എന്താണോ തത്വം അതാണ് ഇത്, ഇല്ലേ? ഞാൻ ഇന്നലെ അത് സീലിൻ്റെ കാര്യം പറഞ്ഞു. എൻ്റെ കയ്യിലത്തെ എൻ്റെ സീൽ എന്താണോ അതാണ് ഇത് കാണുന്നത്.
ആ സീല് വെളിപ്പെടുത്തിയിരിക്കുക. അപ്പോൾ ദൈവം എന്താണോ അതാണ് ഇവിടെ വെളിപ്പെടുത്തിയത്. അതിന് ഞാൻ വേഗത്തിൽ നിങ്ങൾക്കൊരു വാക്യം തരാം. നിങ്ങളത് എത്ര പേര് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്കമാലിക്കാർ കണ്ടുപിടിക്കാതിരിക്കുകയല്ല. കാര്യം എന്തെല്ലാം നൂതനമായ കാര്യങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതും കണ്ടുപിടിച്ചിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാം വാക്യം എല്ലാവർക്കും അറിയാം. എന്താ യോഹന്നാൻ 1:18? ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അടുത്തത്, തൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. മൂലഭാഷയുമായി ഏതെങ്കിലും വിധത്തിൽ ബന്ധമുള്ളവർക്കും അല്ലെങ്കിൽ ആ ആശയം പഠിച്ചിട്ടുള്ളവർക്കും അറിയാം. മലയാളത്തിലും മറ്റുമായി പറഞ്ഞിരിക്കുന്ന ആ ട്രാൻസ്ലേഷൻ വേണ്ടും പോലെ ആശയത്തോട് യോജിച്ചു വരാത്തതാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരിയായ ആശയം എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. തൻ്റെ മടിയിലിരിക്കുന്ന എന്നല്ല, തൻ്റെ മടിയിലിരിക്കുന്ന എന്നല്ല, തൻ്റെ മാർവോട് ചാഞ്ഞിരിക്കുന്ന. മനസ്സിലാക്കണം. അതിന് അതേ പ്രയോഗമാണ് യോഹന്നാൻ അപ്പസ്തോലനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതേ പ്രയോഗമാണ് യേശുവിൻ്റെ മാർവോട് ചാഞ്ഞിരുന്ന അതേ പ്രയോഗമാണ് യേശുവിനെ കുറിച്ച്, പുത്രനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ നോക്ക്, ശ്രദ്ധിച്ചാട്ട്, പിതാവിൻ്റെ മാർവോട് ചാഞ്ഞിരുന്ന. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണെന്നറിയാമോ? ആ തുല്യതയാണ്, ആ സമത്വമാണ്. അടുത്തത് മറ്റൊന്നുകൂടെ പറയുമ്പോൾ നിങ്ങൾ പുരികം ചുളിക്കരുത്. അവിടുത്തെ മാർവോട് ചാഞ്ഞിരിക്കുന്ന ഏകജാതനായ പുത്രൻ, മൂലഭാഷയോട് നീതി പുലർത്തുന്നവർ വ്യക്തമായിട്ട് അത് സംബന്ധിച്ച് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ഏകജാതനായ പുത്രൻ എന്നല്ല, ഏകജാതനായ ദൈവം എന്നാണ്. അപ്പോൾ ഇന്നത് മനസ്സിലാക്കണം നിങ്ങൾ. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. തൻ്റെ മാർവോട് ചാഞ്ഞിരിക്കുന്ന ഏകജാതനായ ദൈവം അവനെ, നമ്മുടെ കൃഷ്ണൻകുട്ടി സഹോദരനുള്ളപ്പോൾ പറയുമായിരുന്നു, എനിക്ക് അദ്ദേഹത്തിൻ്റെ ചില ദൃഷ്ടാന്തം ഇഷ്ടമാണ്. അദ്ദേഹം ഈ വാക്യം എടുത്തുകൊണ്ട് ഇങ്ങനെ പറയും: മൃഗത്തെ വെളിപ്പെടുത്താൻ ആർക്കേ കഴിയുകയുള്ളൂ? ആ സ്വഭാവം മനുഷ്യനുണ്ടെങ്കിലും വെളിപ്പെടുത്താൻ പറ്റത്തില്ലല്ലോ. മൃഗത്തെ വെളിപ്പെടുത്താൻ മൃഗത്തിനേ കഴിയുകയുള്ളൂ. പിന്നെ മനുഷ്യനെ വെളിപ്പെടുത്താൻ മൃഗത്തിന് കഴിയുകയില്ല, മനുഷ്യനെ കഴിയുകയുള്ളൂ. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു പോയിന്റ്, അത് നല്ലൊരു പോയിന്റാണ്. മൃഗത്തെ വെളിപ്പെടുത്താൻ മൃഗത്തിനെ കഴിയുകയുള്ളൂ, മനുഷ്യനെ വെളിപ്പെടുത്താൻ മനുഷ്യനെ കഴിയുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ദൈവത്തെ വെളിപ്പെടുത്താൻ ദൈവത്തിനെ കഴിയുകയുള്ളൂ. അദ്ദേഹം ഈ മൂലഭാഷയുടെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ വ്യക്തമായി നിങ്ങൾ അറിയാവുന്നവരോട് ചോദിച്ചാൽ മതി. മൂലഭാഷയോട് നീതി പുലർത്തി ചിന്തിക്കുമ്പോൾ തൻ്റെ മാർവോട് ചാഞ്ഞിരിക്കുന്ന ഏകജാതനായ ദൈവം പിതാവിനെ എന്ത് ചെയ്തിരിക്കുന്നു? വെളിപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ പോയാൽ ഇതിങ്ങനെ കിടക്കുകയാണ്. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നുവെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു, നീ എങ്ങോട്ടാ പോകുന്നത്? അപ്പോൾ പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ പോവുകയാണ്. അപ്പോൾ ഫിലിപ്പോസിന് ഒരു ആഗ്രഹം, നീ കുറേ കാലമായി ഞങ്ങളോട് എന്ത് പറഞ്ഞുകൊണ്ടിരിക്കുക? പിതാവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ പിതാവിനെ ഒന്ന് കാണിച്ചു തരണം. എന്താ പറഞ്ഞത്? ഫിലിപ്പോസേ, ഇത്രയും നാൾ നിങ്ങളോടുകൂടെ ഞാൻ ഇരുന്നിട്ടും പിതാവിനെ കാണിച്ചു തരണമെന്ന് പറയുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? എങ്ങനെയെന്ന് പറഞ്ഞാൽ എങ്ങനെ എന്നല്ല അർത്ഥം. എങ്ങനെയെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പിതാവിനെ കാണിച്ചു തരണമെന്ന് പറഞ്ഞാൽ എങ്ങനെ എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ലെന്ന്. അത് നടക്കുന്ന കാര്യമല്ല. ഞാൻ ഇത്രയും നാൾ നിങ്ങളോടുകൂടെ ഇരുന്നു കൊണ്ട് ചെയ്തത് പിതാവിനെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. ഒടുവിലാണ് അദ്ദേഹം പറയുന്നത്, എന്നെ കണ്ടവൻ ആരെ കണ്ടിരിക്കുന്നു? പിതാവിനെ കണ്ടിരിക്കുന്നു. ഞാനും പിതാവും ഒന്നാകുന്നു. ഇന്ന് മറ്റേ കൂട്ടർ പറയുന്ന പോലെ പിതാവാണ് യേശു എന്നുള്ള അർത്ഥത്തിലല്ല. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാകുന്നുവെന്ന് പറഞ്ഞാൽ സാരാംശത്തിൽ ഞങ്ങൾ ഒന്നാകുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ സാരം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചത് തത്വത്തിൻ്റെ മുദ്ര. എന്താണോ തത്വം അതാണ് മുദ്ര എന്ന് പറഞ്ഞാൽ ആ തത്വത്തെ വെളിപ്പെടുത്തിയിരിക്കുന്ന മുദ്രയാണ്. ആ തത്വത്തിൻ്റെ ഒറിജിനൽ മുദ്രയാണ് ആര്? ഈ കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് ക്രിസ്തു ദൈവമാണെന്ന് അവിടെ നമുക്ക് തെളിയുകയാണ് ചെയ്യുന്നത്. ഇനിയും അടുത്തത് പുത്രൻ ദൈവമാണെന്ന് തെളിയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാക്യം സങ്കീർത്തന പുസ്തകത്തിലുണ്ട്.
അത് നമ്മൾ മിക്കവാറും വായിക്കുന്ന കല്യാണം എവിടെയുണ്ടോ ആ സങ്കീർത്തനം പണ്ടൊരു പരസ്യം ഉണ്ടായിരുന്നു, ലൈഫ് ആരോഗ്യം എവിടെയുണ്ടോ അവിടെയുണ്ട് എന്ന് പറഞ്ഞതുപോലെ കല്യാണം എവിടെയുണ്ടോ അവിടെയുണ്ട് ഈ സങ്കീർത്തനം. ഏത് സങ്കീർത്തനം? ആ പിള്ളേരൊന്ന് പറഞ്ഞാട്ടെ. അവിടെ അവർ പറഞ്ഞു, അവരിത് കേട്ട് ഒരു പരുവത്തിലായിരിക്കുക. 45-ാം സങ്കീർത്തനം. ആ 45-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പുത്രനെ കുറിച്ചുള്ള ഒന്ന് കേട്ടു നോക്ക് നിങ്ങൾ. അതിൻ്റെ 6ഉം 7ഉം വാക്യങ്ങളാണ്. 45-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാം വാക്യം മതി നമുക്ക്. 6-ാം വാക്യം അവിടെ എഴുതിയിരിക്കുക, ഞാൻ വായിച്ചോളാം. ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതാകുന്നു, നിന്റെ രാജ്യത്വത്തിൻ്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകും. ഇതാരെ കുറിച്ച് പറയുന്നതാ? ആരെക്കുറിച്ച് പറയുന്ന? സങ്കീർത്തനക്കാരൻ ദൈവാത്മാവിൽ എഴുതിയിരിക്കുക. ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതാകുന്നു. ഈ ദൈവമേ എന്ന് വിളിച്ചിരിക്കുന്നത് ആരെയാണ്? മിണ്ടുന്നില്ലല്ലോ. ഇത് മനുഷ്യപുത്രന്മാരവിടെ നിൽക്കട്ടെ. ഇവിടെ എഴുതിയിരിക്കുന്നു ദൈവമേ നിന്റെ സിംഹാസനം എന്ന് വിളിച്ചു പറയുമ്പോൾ അവിടെ ആരെയാണ് ദൈവമേ എന്ന് വിളിച്ചിരിക്കുന്നത്? പുത്രനെ. ശരി, അവിടെ എഴുതിയിട്ടില്ല അങ്ങനെ. എങ്കിലും പുത്രനെ. ഇനി പുത്രനെ ആര് വിളിക്കുന്നു ദൈവമേ എന്നവിടെ എഴുതിയിട്ടില്ല. പിതാവ് പുത്രനെ ദൈവമേ എന്ന് വിളിക്കുന്നതായിട്ടില്ല. ഒരു സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ, ദൈവമേ എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ആരെ വിളിക്കുന്നു എന്നറിയുമ്പോൾ എബ്രായ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരണം. എബ്രായ ലേഖനം 1-ാം അധ്യായം ഒന്ന് വേഗത്തിലെടുക്കാം. ഞാൻ ആ ഭാഗം എടുക്കുന്നതിന് മുൻപ് ആരെങ്കിലും കണ്ടാൽ വാക്യം പറഞ്ഞിട്ട് അത് വായിക്കണം. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഞാൻ തന്നെ വായിക്കാം. 8-ാം വാക്യം, 1:8. പുത്രനോടോ, ദൈവമേ എന്ന് തന്നെ ആദ്യം വായിക്കരുത്, വായിച്ചാൽ കുഴയും. പുത്രനോടോ അടുത്തത് പറയുക, ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കും. പുത്രനോട് പറയുക. അപ്പൊ പുത്രനോട് ആരാ പറയേണ്ടത്? പിതാവാ പറയുന്നത്. അപ്പൊ പിതാവ് പുത്രനോട് പറയുകയാണ് എന്ത്? ദൈവമേ നിന്റെ സിംഹാസനം. അപ്പോൾ പിതാവ് പുത്രനെ എങ്ങനെയാ വിളിക്കുന്നത്? ഞാൻ എൻ്റെ മോൻ ക്ലീറ്റസിനെ അപ്പാന്ന് വിളിക്കുമോ? നിങ്ങൾ ചിന്തിച്ചേ, ഇങ്ങനെയൊക്കെയാണേ പഠിക്കുന്നത്. മക്കൾക്ക് മനസ്സിലാകുന്നുണ്ടോ? പുത്രനെ പിതാവ് വിളിക്കുകയാണ് ദൈവമേ. സങ്കീർത്തനം വായിച്ചപ്പോൾ പെട്ടെന്ന് നമുക്കത് മനസ്സിലായില്ല. എന്നാൽ എബ്രായ ലേഖന കർത്താവ് പൗലോസ് എന്ന് വേണേ നമുക്കങ്ങ് സ്ഥിരീകരിക്കാം. അദ്ദേഹം ഒന്നങ്ങ് ആർക്കും വിരോധമൊന്നുമില്ലല്ലോ, നമുക്കെല്ലാത്തിനും വിരോധം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ചോദിച്ചത്. പൗലോസ് എന്ന് വേണേ നമുക്കൊന്ന് ചിന്തിക്കാം. ഇനി അല്ലേലും എനിക്ക് വിരോധമൊന്നും ഇല്ല. അതൊന്നും ഉപദേശത്തെ ബാധിക്കുന്നതോ സ്വർഗത്തിൽ പോകാൻ തടസ്സമായ കാര്യങ്ങളോ അല്ല. ആരെങ്കിലും ആയിക്കോട്ടെ. എബ്രായ ലേഖന കർത്താവ് 45-ാം സങ്കീർത്തനം 6-ാം വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ഇവിടെ പറയുമ്പോൾ ആരോട് പറഞ്ഞു എന്ന് നമുക്ക് വ്യക്തമായി ദൈവാത്മാവിനാൽ പറഞ്ഞു തന്നിരിക്കുകയാണ്. ആരോട് പറഞ്ഞു? പുത്രനോട് പറഞ്ഞു. ആര് പറഞ്ഞു? പുത്ര എന്ന് വിളിക്കാൻ യോഗ്യതയുള്ള പിതാവ് പറഞ്ഞു. അപ്പോൾ പിതാവ് പുത്രനെ വിളിക്കുന്നത് എങ്ങനെയാണ്? പിന്നെ ഇവന്മാർക്ക് എന്നാത്തിൻ്റെ കേടാ? പിതാവ് പോലും പുത്രനെ എന്തോ വിളിച്ചു? ദൈവമേ എന്ന് വിളിച്ചു. ഇവര് പറയുന്നത് ഞങ്ങൾ വിളിക്കുകയല്ലെന്ന്. അപ്പോൾ ആരാ അനുസരണക്കേട്? വചനമനുസരിക്കാത്തതാരാ? വചനം നിഷേധിക്കുന്നവരാരാ? എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. കുഞ്ഞുങ്ങളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. പിതാതൃത്വത്തിൽ പിതാവെന്ന് പറയുന്ന ആളത്വം പുത്രൻ എന്ന് പറയുന്ന ആളത്വത്തെ വിളിക്കുകയാണ് എന്ത്? ദൈവമേ എന്ന്. അപ്പോൾ ആ കാര്യം എത്ര വ്യക്തമായിട്ട് നാം അത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കും. ഇനിയും പുത്രൻ്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തുന്ന
ചില വാക്യങ്ങൾ കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. പുത്രൻ്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തുന്ന 2-3 വാക്യങ്ങൾ കൂടെയുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വചനമാണ് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്കത് കാണാതറിയാം. ഈ പിള്ളേരോടൊക്കെ ഒന്ന് തൊട്ട് വിട്ടാൽ മതി, ബാക്കി അങ്ങ് പൂരിപ്പിച്ചോളൂ. ഒന്ന് പൂരിപ്പിക്കാം നമുക്ക്. ആദിയിൽ വചനം, അതിൻ്റെ ഏറ്റവും മൂലം ഞാൻ പറഞ്ഞു തരണ്ടേ. വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, പിന്നെ അവൻ ദൈവത്തോടു കൂടിയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെയും കൂടാതെ. 3 വാക്യം തീർന്നോ? ഓക്കെ. ഇനി ആ 3 വാക്യത്തെ ഞാൻ പുത്രൻ്റെ ദൈവത്വത്തോടുള്ള ബന്ധത്തിലൊന്ന് വിഭജിക്കാൻ പോവുക. മനസ്സിലാക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളെ ദൈവത്വത്തോടുള്ള ബന്ധത്തിൽ, പുത്രൻ്റെ ദൈവത്വത്തോടുള്ള ബന്ധത്തിൽ ഒന്ന് വിഭജിക്കാൻ പോവുക. 1, നിത്യാസ്തിക്യം. പുത്രൻ്റെ നിത്യാസ്തിക്യം വെളിപ്പെടുന്നു. അതെങ്ങനെ അറിയാം? അവിടെ എഴുതിയിട്ടുണ്ട്, ആദിയിൽ വചനമുണ്ടായിരുന്നു. ആദിയിൽ വചനം ഉണ്ടായി എന്നല്ല, പിന്നെ ആദിയിൽ വചനം ഉണ്ടായിരുന്നു. അതേതാദിയിൽ? ആദിയിൽ വചനമുണ്ടായിരുന്നു. ഇപ്പോൾ ഒരാദി നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാം, ഇല്ലേ? എന്താ? ആദിയിൽ ദൈവം, ആദിയിൽ. ഇവിടെ എന്താ പറയുന്നത്? മറ്റൊരാദി, തിരിച്ചിടുന്ന ആദിയല്ല. ആ ആദിയോടുകൂടെ പലരും ഇവിടെ ഇരിപ്പുണ്ട്, അതല്ല. പിന്നെ ആദിയിൽ വചനമുണ്ടായിരുന്നു, അത് നമ്മൾ ഉൽപ്പത്തി 1:1. പിന്നെ യോഹന്നാൻ 1:1 എന്താ? ആദിയിൽ വചനം ഉണ്ടായിരുന്നു. പിന്നെ ഒരാദിയുണ്ട്, അതെവിടാന്നറിയാമോ? ഇതേ പ്രയോഗം തന്നെ യോഹന്നാൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം, എല്ലാം ഈ ഒന്നാണ്. മനസ്സിലായില്ലേ? ഉൽപ്പത്തി 1:1, യോഹന്നാൻ 1:1, 1 യോഹന്നാൻ 1:1, അങ്ങനെ 3 ആദി നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുകയാണ് ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഞാനത് ഇങ്ങനൊന്ന് പറയട്ടെ, തെറ്റുമോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആദിയുടെ ആദി. ഇനിയും അതിനകത്ത് വല്ലതും തർക്കം വന്നാൽ അവിടെ ഒരു ആദി പിന്നെയും വന്നല്ലോ എന്ന് ഉണ്ടോ? എനിക്കറിയാം, ഇങ്ങനെയുള്ള കോണസ്റ്റ് കാര്യങ്ങൾ ചിന്തിക്കുമെന്നറിയാം. അപ്പോൾ ആദിയുടെ ആദിയിൽ എന്ന് പറഞ്ഞാൽ ഒക്കുകയല്ല. എല്ലാവർക്കും സമ്മതമായൊരു വാക്ക് ഞാൻ ഉപയോഗിക്കുകയാണ്, അനാദിയിൽ. പ്രൈസ് ദി ലോർഡ്. അനാദിയിൽ എന്തുണ്ടായിരുന്നു? വചനം ഉണ്ടായിരുന്നു. അപ്പോൾ യേശുവിൻ്റെ നിത്യാസ്തിക്യമല്ലേ അവിടെ യോഹന്നാൻ കൊണ്ടുവരുന്നത്? ഇന്ന് മറ്റേ കൂട്ടർ പറയുന്നത് പോലെ പിതാവായ ദൈവം സകല സൃഷ്ടികൾക്കും മുൻപ് ആരെ സൃഷ്ടിച്ചു? പുത്രനെ സൃഷ്ടിച്ചു എന്ന് പറയാറുണ്ട്. പക്ഷേ അത് തെറ്റാണെന്ന് ഇവിടെ തെളിയുകയല്ലേ ചെയ്യുന്നത്. പുത്രൻ സൃഷ്ടിക്കപ്പെട്ടവനല്ല. ഇവിടെ എഴുതിയിരിക്കുന്നു ഉണ്ടായി എന്നല്ല. പിന്നെ നമ്മളെ വരികൾക്കിടയിലൂടെ വായിക്കണമെന്നേ, ഇങ്ങനെയായി വായിക്കുന്നേ. ആ വരികൾക്കിടയിൽ വായിക്കണം. അവിടെ എഴുതിയിരിക്കുന്നത് മക്കളെ ആദിയിൽ നിന്നുള്ള മാറ്റുക. അനാദിയിൽ വചനം ഉണ്ടായി എന്നല്ല എഴുതിയിരിക്കുന്നത്. പിന്നെ വചനം ഉണ്ടായിരുന്നു. അപ്പോൾ അത് സൃഷ്ടിക്കപ്പെട്ടതല്ലെന്ന് പിന്നെയും യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാ, യേശുവിൻ്റെ നിത്യാസ്തിക്യം, പിതാവ് നിത്യാസ്തിക്യമുള്ളവനായിരിക്കുന്നത് പോലെ പുത്രനും നിത്യാസ്തിക്യമുള്ളവനാണ് എന്നുള്ളത് ഇവിടെ വെളിപ്പെടുത്തുക. ഈ വാക്യത്തിലെ 2-ാമത്തെ കാര്യം നോക്കിയേ. 2-ാമത് എന്താ പറയുന്നത്? ആദിയിൽ വചനം ഉണ്ടായിരുന്നു. അടുത്തത് വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു. അതെന്താ സൂചിപ്പിക്കുന്നത്? പുത്രന് ദൈവത്തോടുള്ള സമത്വമാണ് ഉദ്ദേശിക്കുന്നത്. പുത്രന് ദൈവത്തോടുള്ള സമത്വം, ദൈവത്തോട് കൂടെ ആയിരുന്നു. അനാദിയിൽ പുത്രന് ദൈവത്തോടുള്ള സമത്വം, അതാണ് ഫിലിപ്പി ലേഖനത്തിൽ വായിക്കുന്നത്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ. ആ വാക്യത്തിലെ 3-ാമത്തെ വിഷയം ദൈവത്തോടുള്ള തുല്യത.
ദൈവത്തോടുള്ള തുല്യത. അതെങ്ങനെ അറിയാം? വചനം ദൈവമായിരുന്നു. മനസ്സിലാക്കണം, വചനം ദൈവമായെന്നല്ല, പിന്നെ വചനം ദൈവമായിരുന്നു. മനസ്സിലാക്കണം. ഇനി അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഞാൻ ചിലത് പറയാനിരിക്കുകയോ അന്ന് പറയാതിരിക്കുകയോ അല്ലെങ്കിൽ പറയാൻ ചിലപ്പം വിട്ടുപോയാലോ ഇറങ്ങിക്കഴിയുമ്പോൾ സഹോദരന്മാർ പലരും ഉണ്ട്, അതും കൂടെ അങ്ങോട്ട് അപ്പം ചിലരോട് ഞാൻ പറയും, ചിലപ്പോൾ അതങ്ങ് വിട്ടുപോയി, ഇല്ലെങ്കിൽ ഞാനത് മനസ്സിലുണ്ട്, അത് പിന്നെ പറയാം. അപ്പോൾ അത് ഇനിയും വരാതിരിക്കാൻ ഞാൻ സൂക്ഷിക്കണമല്ലോ. അപ്പോൾ ഇവിടെ എന്താ കാണുന്നത്? വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു എന്നുള്ളതിനെ മറ്റേ പാർട്ടി, അതായത് പെട്ടെന്ന് പറയാം, തൃത്വനിഷേധികൾ, യേശു ദൈവമല്ല എന്ന് പഠിപ്പിക്കുന്നവർ, അതപ്പം മറ്റേ പാർട്ടി അല്ല. ഏത്? രണ്ടാമത് പറഞ്ഞ പാർട്ടി അല്ല, അവർ യേശുവിൻ്റെ ആളുകളാണ്. അപ്പോൾ മറ്റേ പാർട്ടികൾ പറയുന്നത് അവർക്കൊരു ബൈബിളുണ്ട്, അവരും ഒരു ബൈബിള്. കാര്യം ഈ ബൈബിളും കൊണ്ട് നടന്നാൽ ശരിയാകുകയില്ല അവർക്ക്. കാര്യം ഈ ബൈബിളും കൊണ്ട് നടന്നാൽ അവരുടെ ആളുകളുടെ കയ്യിലൊക്കെ ഈ ബൈബിൾ വരും, അവർ ചോദ്യം ചെയ്യും. അതുകൊണ്ട് ഇതെല്ലാം കൂടെ ഉപദേശത്തിന് ഒത്തവണ്ണം തിരുത്തിക്കൊണ്ട് അവരൊരു ബൈബിൾ അച്ചടിച്ചിട്ടുണ്ട്. നിങ്ങൾ ചിലർക്കറിയാം, ആ ബൈബിളിൽ പറയുന്നത് വചനം ദൈവത്തോടുകൂടി ആയിരുന്നു, വചനം ഒരു ദൈവമായിരുന്ന, ഒരു എന്നുള്ളത് കൊണ്ടുവന്നു. ദൈവാത്മാവ് ഇത് അറിഞ്ഞിട്ടില്ല കേട്ടോ. വചനം ഒരു ദൈവമായിരുന്നു എന്ന് പറഞ്ഞാൽ ഫറവോന് മോശയെ ആരാക്കി? ദൈവമാക്കി. ഫറവോന് ഇതൊക്കെ വായിച്ചിട്ടില്ലായിരിക്കുമല്ലേ? അതാ കേട്ട് കഴിയുമ്പോൾ ഏതാണ്ട് ഒരു വിമ്മിട്ടം. പുറപ്പാട് പുസ്തകത്തിലുള്ളതാ. മോശയെ ദൈവം ഫറവോന് ദൈവമാക്കി. ഇതുപോലെ യേശുവിനെ സകല സൃഷ്ടികൾക്കും മീതെ എന്താക്കി? ദൈവമാക്കി. ആദ്യം പുള്ളിയെ സൃഷ്ടിച്ചു, അത് കഴിഞ്ഞ് ബാക്കിയുള്ളതെല്ലാം പുള്ളിയാണ് സൃഷ്ടിച്ചത്. അങ്ങനെ യേശു ഒരു, എൻ്റെ ദൈവമേ, വചനത്തോട് കാണിക്കുന്ന അനീതി എത്ര വലുതാണെന്ന് ചിന്തിക്കണം. വ്യക്തമായി വേദപുസ്തകമനുസരിച്ച് വചനം ഒരു ദൈവമായിരുന്നുവെന്നല്ല, വചനം ദൈവമായിരുന്നു. അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഞാൻ ഓർപ്പിച്ചു, ദൈവത്തോടുള്ള തുല്യതയാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ ആ ഭാഗം വിടാൻ പോവുകയാണ്. അപ്പോൾ പുത്രൻ്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തുന്ന വാക്യമാണ് യോഹന്നാൻ 1:1 മുതൽ 3 വരെ. അവിടെ 3 കാര്യങ്ങൾ പുത്രനെ സംബന്ധിച്ച് പറഞ്ഞു, നമ്മളത് ചിന്തിച്ചു. ഒന്ന്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു. അതെന്തിനെ സൂചിപ്പിക്കുന്നു? വചനത്തിൻ്റെ നിത്യാസ്തിക്യത്തെ, പുത്രൻ്റെ നിത്യാസ്തിക്യത്തെ സൂചിപ്പിക്കുന്നു. രണ്ടാമത്തേത്, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു. അതെന്ത് വെളിപ്പെടുത്തുന്നു? ദൈവത്തോടുള്ള വചനത്തിൻ്റെ സമത്വം. മൂന്നാമതായിട്ട് വചനം ദൈവമായിരുന്നു. അതെന്തിനെ സൂചിപ്പിക്കുന്നു? ദൈവത്തോടുള്ള വചനത്തിൻ്റെ തുല്യതയെ സൂചിപ്പിക്കുന്നു. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഈ 3 വാക്യങ്ങൾ പുത്രൻ്റെ ദൈവത്വത്തെ അരക്കിട്ടുറപ്പിച്ച് നമുക്ക് നൽകുകയാണ്. ഇനിയും അടുത്തത് പുത്രൻ്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തുന്ന മറ്റൊരു വാക്യം ഉണ്ട്. അത് നമുക്കറിയാം, ഇതെല്ലാം അറിയാവുന്നതാണ്. എങ്കിലും ആ വാക്യത്തിലേക്ക് നമുക്കൊന്ന് വരാം. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 28-ാം വാക്യമാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് ആരാണെന്ന് നമുക്കറിയാം. തോമാസ് അല്ലേ? തോമാസാണ്. മലയാളത്തിൽ തോമാസ് എന്നാണ് പറയുന്നത്, ഇംഗ്ലീഷിലാണ് തോമസ്. അതുകൊണ്ടാണ് പലരും മലയാളത്തിൽ എഴുതാത്തത്. ഇംഗ്ലീഷിൽ എഴുതിയ തോമസ് എന്ന് പറഞ്ഞാൽ മതി. മലയാളത്തിൽ തോമാസ് എന്നാണ്. നമ്മൾ പല വാക്കുകളും ഒക്കെ തെറ്റിച്ചായി പറയുന്നത്. ചിലർ സ്തേഫാനോസ് എന്നാണ് പറയുന്നത്. ഞാൻ പഠിക്കുന്ന ബൈബിളിൽ സ്തേഫാനോസ് എന്ന് പറഞ്ഞിട്ടില്ല, സ്തെഫാനോസ്. ഇത്രയും. 1 കോരിന്ത്യർ, കോരുക. 1 കോരിന്ത്യരല്ല, 1 കൊരിന്ത്യർ, 2 കൊരിന്ത്യർ എന്ന് പറഞ്ഞാൽ മതി. നമ്മുടെ വരുന്ന ഈ ഓരോ കുഴപ്പങ്ങൾ വേറെയും പലതുണ്ട്. അതെല്ലാം കൂടെ പഠിപ്പിക്കാൻ പോയാൽ തൃത്വം തീരുകയില്ല. തന്നെ തൃത്വം പറയാനല്ലേ വിളിച്ചത്, ഭാഷ പറയാനല്ലല്ലോ. അല്ല. അപ്പം നമുക്ക് അടുത്തത് ചിന്തിക്കാനുള്ളത് ഞാൻ പറഞ്ഞത് തോമാസ് അപ്പോസ്തലൻ. യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് ശിഷ്യന്മാരിരുന്ന മാളിക മുറിയിലേക്ക് യേശു വന്നു. നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു.
കൈകളും കാലുകളും അവരെ കാണിച്ചു. എന്നിട്ട് അവര് അടുത്ത 1-2 ലൈൻ വിട്ടിട്ട് വായിക്കുന്നത്, യേശുവിനെ കണ്ടതിനാൽ ശിഷ്യന്മാർ അത്യന്തം സന്തോഷിച്ചു. എന്നിട്ട് എഴുതിയിരിക്കുന്നത് തോമാസ് അപ്പോൾ ഇല്ലായിരുന്നു. തോമാസ് വന്നു കഴിഞ്ഞപ്പോൾ ഈ ബാക്കി എത്ര പേരുണ്ട്? വിരലേൽ എണ്ണിക്കോ, വിരലേൽ കൂട്ട എത്ര പേരുണ്ട്? ബാക്കി 10 പേര്. ഒരുത്തൻ ആടുകല്ലേ കടന്ന്. ബാക്കി 10 പേര്. ആ 10 പേര് പറഞ്ഞു, എടാ എൻ്റെ ഭാഷയാ, എടാവേ നമ്മുടെ ഗുരു വന്നായിരുന്നു കേട്ടോ. അവൻ പറഞ്ഞു, പോയി വല്ല നിനക്കൊക്കെ ഭ്രാന്ത് പിടിച്ചോന്ന് ചോദിച്ചു. എടാ വന്നടാ, ഞാൻ വിശ്വസിക്കണമെങ്കിൽ എനിക്കെന്ത് വേണം? അവൻ്റെ ആണിപ്പഴുതിൽ. അപ്പോൾ യേശു എന്ത് ചെയ്തു? 8 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ എത്തി. അപ്പോൾ തോമസും ഉണ്ടായിരുന്നു. തോമാസിനോട് പറഞ്ഞു, നിനക്കിതല്ലേ ആവശ്യം, ഇട്ടോളാൻ പറഞ്ഞു. എൻ്റെ ആണിപ്പഴുതിൽ വിരലിട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറയുന്ന വാക്കാണ്, അതാണ് വിഷയം, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. തോമാസ് അപ്പോസ്തലൻ യേശുവിനെ വിളിക്കുക, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. അപ്പോൾ യേശു ആരാ? കർത്താവും ദൈവവുമാണ്. ഇനിയും അറിയാനൊരു കാര്യം, ആരാണ്ട് എന്നോട് പറഞ്ഞു അതൊന്ന് വിശദീകരിക്കണമെന്ന്. വിശദീകരിക്കുകയല്ല, അതർത്ഥമാക്കുന്നത്. യേശുവിനെ നമുക്കറിയാം 3 പേരുകളിലാണ് പൊതുവെ ബൈബിളിൽ പൗലോസ് പരിചയപ്പെടുത്തുമ്പോൾ എഴുതുമ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഒന്ന് കർത്താവ്, 2 ക്രിസ്തു, 3 യേശു. അപ്പോൾ യേശുവിനെ പുതിയ നിയമം പരിചയപ്പെടുത്തി തരുന്നത് 1 കർത്താവ്, 2 ക്രിസ്തു, 3 യേശു. ഈ 3 നാമങ്ങളും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ടതല്ല, അപ്പം തന്നെ ബന്ധപ്പെട്ടതുവാ. ഇതെന്താ സൂചിപ്പിക്കുന്നത്? 1 കർത്താവ്, അത് യേശുവിൻ്റെ ദൈവീക നാമമാണ്. ദൈവീക നാമം കർത്താവ്. ഇവിടെ വേദപുസ്തകം പഠിക്കുന്ന നിരവധിയല്ല ഒട്ടധികം ആളുകളുണ്ട്. അവർക്കറിയാം യഹോവ എന്ന പദത്തിന് കൊടുത്തിരിക്കുന്ന മറ്റൊരു പദമാണ് എന്ത്? കർത്താവെന്നുള്ളത്. അപ്പോൾ അവിടെ കർത്താവെന്ന് വിളിക്കുമ്പോൾ യേശു ദൈവമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ കർത്താവെന്നുള്ള പദം ഉദ്ദേശിക്കുന്നത് ദൈവിക നാമം. 2 ക്രിസ്തു എന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ എബ്രായ വാക്കാണ് നമുക്കറിയാം. എന്നാ മക്കളെ? ഞാൻ പറയാം. മശിക. ക്രിസ്തു എന്നുള്ളത് ഗ്രീക്ക, മശിക എന്നുള്ളത് എബ്രായ വാക്കാണ്. അപ്പോൾ ഇത് രണ്ടിൻ്റെ അർത്ഥം എന്താണ് അർത്ഥം? അഭിഷക്തൻ, അയക്കപ്പെട്ടവൻ, അഭിഷക്തൻ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയൊക്കെ അർത്ഥം. അപ്പം യേശു അഭിഷക്തനായിരുന്നോ? വലിയ വിഷയമാ. യേശു അഭിഷക്തനായിരുന്നോ? ആയിരുന്നു. എവിടെ എഴുതിയിരിക്കുന്നു? പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. പുസ്തകത്തിൽ എവിടെ എഴുതിയിരിക്കുന്നു? അപ്പോസ്തല പ്രവൃത്തി 10:32. അപ്പോസ്തല പ്രവൃത്തികൾ 10:38 30 ഏലാത് കണ്ടുപിടിച്ചിട്ട് മതി. ഇല്ല, ഞാൻ തെറ്റ് പറഞ്ഞിട്ട് പോവുകയല്ലേ. ഒന്ന് നോക്കിയേ, 38 32 നോക്കിയേ. ദൈവം അവനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തുവെന്നാണ് അവിടെ പറയുന്നത്. എത്രാം വാക്യം? 38. അപ്പം നോക്കിയത് നന്നായില്ലേ? അല്ലെ വീട്ടിൽ ചെന്ന് 32 തപ്പും കിട്ടുകയില്ല. അയാൾ ബ്ലണ്ടർ അടിച്ചേച്ച്. അവിടെ എന്താ യേശുവിനെ കുറിച്ച് വായിക്കുന്നത്? ദൈവം അവനെ പരിശുദ്ധാത്മാവിനാലും പിന്നെ ശക്തിയാലും അഭിഷേകം ചെയ്തു. അപ്പൊ ക്രിസ്തു എന്ന് പറഞ്ഞാൽ അഭിഷിക്തൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ആ വാക്ക് കേട്ടോളുക, ആ വാക്ക് ക്രിസ്തുവിൻ്റെ ഔദ്യോഗിക നാമമാണ്. ക്രിസ്തുവിൻ്റെ ഔദ്യോഗിക നാമമാണ്. അപ്പൊ കർത്താവ് എന്നുള്ളത് ദൈവിക നാമം, ക്രിസ്തു എന്നുള്ളത് ഔദ്യോഗിക നാമം. അടുത്തത് യേശു ആണ്. യേശു എന്നുള്ളതോ
പറഞ്ഞു ശരിയാ പറയുന്നത്. പറഞ്ഞു യേശു എന്നുള്ള എന്നാ ദർശനം. യേശു അത് അർത്ഥമാണ് പറഞ്ഞത് രക്ഷിതാവ്. യേശുവെന്ന് ഉള്ള ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, മാനുഷിക നാമം. യേശു എന്നുള്ളത് മാനുഷിക നാമം. ഇനി ഞാനൊന്ന് വേഗത്തിൽ പറയാം. കർത്താവ് എന്നുള്ളത് ദൈവിക നാമം, ക്രിസ്തു എന്നുള്ളത് ഔദ്യോഗിക നാമം, യേശു എന്നുള്ളത് മാനുഷിക നാമമാണ്. ഇത് മൂന്നും കയ്യിലുണ്ടാണ്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മാനുഷിക നാമം മാത്രം പറയരുത്. പത്രോസ് തൻ്റെ പെന്തക്കോസ്ത് നാടിലെ പ്രസംഗത്തിൽ ഒടുവിൽ വിളിച്ചു പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഈ യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വച്ചു എന്ന്. അടുത്ത വാക്ക് ഇസ്രായേൽ ഗ്രഹം മുഴുവനും. അത് നമ്മളും അറിയണം. അവർ മാത്രം അറിഞ്ഞാൽ പോരാ, നമ്മളും അറിയണം. ഇന്ന് ചിലർ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒടുവിൽ കൊണ്ടുവന്ന് ഒരു 100 കിലോ ഭാരത്തിൽ യേശുവിൻ നാമത്തിൽ പറഞ്ഞങ്ങ് അവസാനിപ്പിക്കുക. അല്ല, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ. ആ മാനുഷിക നാമത്തോട് ചേർന്ന് ദൈവീക നാമമുണ്ട്, ഔദ്യോഗിക നാമമുണ്ട്. അത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. എൻ്റെ പേര് ശരിക്കു പറഞ്ഞാൽ ചാണ്ടപ്പിള്ള ഫിലിപ്പ് എന്നാണ്. പക്ഷേ ആ ഒടുവ് വരെ പറയുന്നത് വളരെ ചുരുക്കമാണ്. ശരിക്കും എൻ്റെ ഒറിജിനൽ പേര് ഫിലിപ്പ് എന്നാണ്. ഫിലിപ്പ് ചാണ്ടപ്പിള്ള എന്നാണ് വരേണ്ടത്. വലിയ വിദ്യാഭ്യാസമില്ലാത്ത എൻ്റെ അമ്മ കൊണ്ട് ചേർത്തപ്പം ഞങ്ങളുടെ കുടുംബ പേരങ്ങ് മുൻപിലാക്കിയിട്ട് ചാണ്ടപ്പിള്ള ഫിലിപ്പ് എന്ന് ആക്കി. ഫിലിപ്പാണ് ഞാൻ. ഇനി ആരും ഫിലിപ്പെന്ന് വിളിച്ച് ബുദ്ധിമുട്ടണ്ട. അപ്പം ഞാൻ പറഞ്ഞു വന്ന വിഷയം, ചാണ്ടപ്പിള്ള ഫിലിപ്പ് എന്നുള്ളതാണ് എൻ്റെ ഒറിജിനൽ പേര്. എന്നാൽ അത് ഉപയോഗിക്കുന്നില്ല. യേശുവിനെയും പറയേണ്ടത് എങ്ങനെയാ? കർത്താവായ. ഇത് എനിക്കറിയാൻ പറ്റും. നിങ്ങൾ ചിന്തിക്കും തൻ്റെ ഇമോഷണലാണ്. അല്ലെന്നേ, ഈ പേര് പറഞ്ഞാൽ മതി. എനിക്കങ്ങ് സന്തോഷമാണ് സാറേ, എനിക്കങ്ങ് സന്തോഷമാണ്. കാരണം അത് പല കാര്യമുണ്ട്. ഞങ്ങൾ തമ്മിലുള്ള ഇടപാടിൽ പലതുണ്ട് അതിനകത്ത്. നിങ്ങൾക്ക് ചിലർക്കില്ലാത്ത ഇടപാട് ഞങ്ങൾ തമ്മിൽ ഉണ്ട്. അതുകൊണ്ട് ആ പേരെനിക്കൊന്ന് പറഞ്ഞാൽ മതി, അങ്ങ് സന്തോഷമാണ് മക്കളെ. അപ്പോൾ നമ്മൾ എങ്ങനെ പറയണം അദ്ദേഹത്തെ? കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയണം. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ആരോ ഇത് ചോദിച്ചു, അവർക്ക് വേണ്ടിയാണ് ഈ 3-4 മിനിറ്റ് ഞാൻ ചെലവഴിച്ചത്. ഒന്നുകൂടെ പറയാം. കർത്താവ് ദൈവിക നാമം, ക്രിസ്തു ഔദ്യോഗിക നാമം, യേശു മാനുഷിക നാമം. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇവിടെ തോമസ് അപ്പോസ്തലൻ പറയുന്നത് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്നാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ വ്യക്തമായിട്ട് തോമസ് അപ്പോസ്തലന് എനിക്ക് തോന്നുന്നു അപ്പോഴായിരിക്കും കാര്യം പിടികിട്ടിയത്. നമുക്കും അങ്ങനെയാ, കുറേ കഴിഞ്ഞാണ് പിടികിട്ടുന്നത്, ഇല്ലേ? അങ്ങനെ വരുമ്പോഴാണ് ചില ഭാര്യമാർ പറയും, ഇപ്പോഴാണ് എനിക്ക് ഈ പുള്ളിയെ പിടികിട്ടിയെന്ന് പറയും. അപ്പോൾ പിടികിട്ടിയത് അപ്പോഴായിരിക്കാം, എന്തുമാകട്ടെ, അല്ലെങ്കിൽ അയാൾ സംശയിക്കുകയല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആ ഒരു സ്പർശനം കൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി, എൻ്റെ ഈ ഗുരു സാധാരണക്കാരനല്ല, അവിടുന്ന് എൻ്റെ കർത്താവാണ്, എൻ്റെ ദൈവമാണ്. ഏറ്റു പറയുമ്പോൾ യേശുവിൻ്റെ ദൈവത്വമാണ് അവിടെ തെളിയുന്നത്. ഇനി റോമാലേഖനം 9-ാം അധ്യായം 5-ാം വാക്യത്തിലേക്കൊന്ന് വരാം. റോമാലേഖനം 9-ാം അധ്യായം 5-ാമത്തെ വാക്യം. അവിടെ എന്താ പറയുന്നതെന്നറിയാം? അവിടെ എഴുതിയിരിക്കുന്നത് ആ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കേണ്ട, ഞാൻ നിങ്ങളോടങ്ങ് പറയുകയാണ്. ആ 1 മുതലുള്ള വാക്യങ്ങളിൽ ഇസ്രായേൽ ജനത്തിൻ്റെ ആ ശ്രേഷ്ഠതയെക്കുറിച്ച് വിവരിച്ചു വരിക, ആ ജാതിയുടെ ശ്രേഷ്ഠത വിവരിച്ചു വരിക. അവിടെ എന്തൊക്കെ പറയുന്നറിയാമോ? അത് ഞാൻ ക്രമമായിട്ടല്ല പറയുന്നത്. അവിടെ പറയുന്നു, പിതാക്കന്മാർക്ക് അവർക്കുള്ളത്, നിയമങ്ങൾ അവർക്കുള്ളത്, വാഗ്ദത്തങ്ങൾ അവർക്കുള്ളത്. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് പറയുകയാണ്, യേശുവും അല്ലെങ്കിൽ ക്രിസ്തുവും ജഡപ്രകാരം അവരിൽ നിന്നല്ലോ ജനിച്ചത്. അതെങ്ങനെയാ? ക്രിസ്തുവും ജഡപ്രകാരം അവരിൽ നിന്നല്ലോ ജനിച്ചത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം?
ഭയങ്കര അർത്ഥമാന്നേ. മലാക്കി പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം എടുക്കണം. നീയോ ബേതലഹേം എഫ്രാത്തെ യഹൂദാ സഹസ്രങ്ങളിൽ നീ ചെറുതായിരുന്നാലും ഇസ്രയേലിനെ മേയ്ക്കാനുള്ള അധിപൻ എനിക്ക് നിന്നിൽ നിന്ന്. എവിടുന്ന്? യഹൂദയിൽ നിന്ന്. പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ യഹൂദയിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കുമെന്നാണ് എഴുതിയിരിക്കുന്നില്ലേ? അതൊക്കെ വായിച്ചിട്ട് കുറെ കാലമായി കാണും. എഴുതിയിരിക്കുകയാന്നേ, സംഖ്യാപുസ്തകത്തിലാന്ന് എനിക്ക് തോന്നുന്നത്. യഹൂദയിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓർക്കണം, ഈ യഹൂദ ഏതിൽപ്പെടുന്നതാ? ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഒന്നാണ് യഹൂദ ഗോത്രം. അപ്പോൾ ഇനി നമുക്ക് തിരിച്ചു ചിന്തിക്കാം. ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ജഡപ്രകാരം ജനിച്ചത് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അവരിലുള്ള യഹൂദ ഗോത്രത്തിൽ നിന്നാണ് യേശു ജനിച്ചത് എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വിഷയം ഇതാണ്. എന്താണ്? അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇസ്രയേലിൻ്റെ ശ്രേഷ്ഠത പറഞ്ഞു വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഒടുവിൽ പറയുന്നത് ക്രിസ്തുവും ജഡപ്രകാരം അവരിൽ നിന്നല്ലോ ജനിച്ചത്. എന്നിട്ട് ക്രിസ്തുവിനെ കുറിച്ച് അദ്ദേഹം പറയുന്നതാണ് റോമർ 9:5. എന്താണ് അവിടെ പറയുന്നത്? അന്ന് ശരിക്കും പറ. ആര്? യഹൂദ ഗോത്രത്തിൽ നിന്ന് ജഡപ്രകാരം ജനിച്ച ക്രിസ്തു ആരാണെന്നാ പറയുന്നത്? സർവത്തിനു മീതെ ദൈവം, മഹാദൈവം. അയ്യോ, അക്ഷരം കളയരുത്. സർവത്തിനു മീതെ മഹാദൈവം. പഴയ നിയമത്തിൽ നെഹമ്യാവിൻ്റെ പുസ്തകത്തിലെ നിങ്ങൾ 1-ാം അധ്യായം എടുത്തു നോക്കണം. 1-ാം അധ്യായത്തിൽ നെഹമ്യാവ് ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്, അല്ലേ? ആ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെ എങ്ങനെ സംബോധന ചെയ്യുന്നതെന്നറിയാമോ? റൈറ്റ്, മഹാനും ഭയങ്കരനുമായ ദൈവമേ. നോക്കണം, നമുക്ക് ദൈവത്തെ അങ്ങനൊന്നും തോന്നുന്നില്ല. ഉണ്ടോ? ആ പുള്ളി നമ്മുടെ സ്വന്തമാണ്. ആള് നമ്മുടെ പോക്കറ്റില്ല. നെഹമ്യാവ് എന്താ പറയുന്നത്? മഹാനും ഭയങ്കരനുമായ ദൈവം. അതേ പ്രയോഗത്തിൽ ഇവിടെ പൗലോസ് കൊണ്ടുവരിക, മഹാദൈവം. ഇനി അടുത്തത് പറയുന്നു സർവത്തിനും. എൻ്റെ ദൈവമേ, അവിടെ സർവം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഞാനതിങ്ങനെ അങ്ങോട്ട് പറയാം. സർവം എന്നുള്ളതിനകത്ത് എന്തെല്ലാം വരാമോ? സർവം എന്നുള്ളതിനകത്ത് എന്തെല്ലാം വരാമോ? ജീവനുള്ളതോ ജീവനില്ലാത്തതോ, കാണുന്നതോ കാണപ്പെടാത്തതോ, ദൃശ്യമായതോ അദൃശ്യമായതോ, എന്തെല്ലാം ആ സർവത്തിൽ വരാമോ ആ സർവത്തിനും. എന്നിട്ടും ഒന്നും തോന്നുന്നില്ലേ? ചായ കുടിക്കാൻ തോന്നുന്നു. എൻ്റെ വാത്സല്യ സഹോദരങ്ങൾ, നമ്മുടെ ക്രിസ്തുവിനെ കുറിച്ചാണത്. സർവത്തിനു മീതെ. ഒന്നുകൂടെ ഞാൻ ആ വാചകം പറയാം. എന്തെല്ലാം ഈ സർവത്തിലുണ്ടോ? ദൂതന്മാരതിലുണ്ട്, ഇല്ലേ? എല്ലാമുണ്ട്. എന്തെല്ലാം ഉണ്ടോ ആ സർവത്തിനു മീതെ ദൈവമായവനാണ് കർത്താവായ യേശുക്രിസ്തു. ദൈവത്തിനു മഹത്വം. അതുകൊണ്ട് യേശുക്രിസ്തു പിതാവിനോട് തുല്യമായ ദൈവമാണെന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. ഇനിയും അടുത്തത് തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യം. ഈ ക്രിസ്തുവിനെ കുറിച്ച് എന്താണ് പൗലോസ് പറയുന്നത്? മതി. യേശു ക്രിസ്തുവിൻ്റെ പറഞ്ഞു എൻ്റെ കൂടെ, യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിന്റെ പ്രത്യക്ഷത. അപ്പോൾ ആ യേശു ക്രിസ്തുവിനെ കുറിച്ച് എന്താ പറയുന്നത്? 2 കാര്യം പറയുന്നുണ്ട്. ഒന്ന്, മഹാദൈവം, നമ്മുടെ രക്ഷിത. അവിടെ നിൽക്കട്ടെ, മഹാദൈവം. മഹാദൈവം എന്ന് പറഞ്ഞാൽ മഹാദൈവം, അതിനപ്പുറം ഒന്നും പറയാനില്ല. അതാ ശരി.
അതാ ശരി. ഞാനത് ഒന്നുകൂടെ ഇങ്ങനൊന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് കേട്ടുകൊള്ളണം. അതായത് ഈ യേശു അല്ലെങ്കിൽ ഈ ക്രിസ്തു ദൈവമാണെന്ന് ഈ പുള്ളി അങ്ങോട്ട് അവതരിപ്പിച്ചിങ്ങോട്ട് വന്ന് തനിക്കറിയാവുന്ന പദാവലി മുഴുവൻ തപ്പിയിട്ട് ആകെ ഒടുവിൽ കിട്ടിയതാണ് എന്ത്? മഹാ ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമ്മൾ വിശ്വസിച്ചേറ്റു പറയുന്ന യേശു പിതാവിനേക്കാൾ താഴ്ന്നവനല്ല, പിതാവിനോട് തുല്യനായ ദൈവമാണെന്ന് മറക്കാൻ പാടില്ല കേട്ടോ. ഏറ്റവും ഒടുവിലായി, ഇതിൻ്റെ ഏറ്റവും ഒടുവിലായി 1 യോഹന്നാൻ 5-ാം അധ്യായം 20-ാമത്തെ വാക്യം നമുക്കൊന്ന് നോക്കാം. 1 യോഹന്നാൻ 5:20 വായിച്ചാട്ടെ. വായിച്ചേ. ആ ആ ആ ആ എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? യേശു എന്തിനാ വന്നെന്നാ അവിടെ പറയുന്നത്? യേശു ക്രിസ്തു എന്തിനാ വന്നത് ഇവിടെ പറയുന്നു? എന്തിനാ വന്നേ? സത്യദൈവത്തെ അറിവാൻ നമുക്ക് എന്ത് തന്നു? വിവേകം തന്നു. അതുവരെ സത്യദൈവത്തെ അറിയാത്ത മനുഷ്യരായിരുന്നു ലോകത്തുണ്ടായിരുന്നത്. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, ഇഴജാതി, നാൽക്കാലി എന്നിവയുടെ രൂപ സാദൃശ്യമാക്കി കളഞ്ഞു. അപ്പോൾ ദൈവത്തെക്കുറിച്ച് വളരെ വികലമായി ചിന്തിക്കുന്ന ജനത്തിൻ്റെ ഇടയിലേക്ക് ക്രിസ്തു വന്ന് ദൈവം എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്തു. അതാണ് അവിടെ വായിക്കുന്നത്. സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു. എന്നിട്ട് ഒടുവിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാ? അല്ലാതെ വേറെ ഒരുത്തനെയും കൊണ്ട് വന്നതല്ലെന്ന് പിടികിട്ടിയോ? സത്യദൈവത്തെ അറിയുവാൻ എങ്ങനെ വിവേകം തന്നു? അവൻ തന്നെ ആരാണ്? മനസ്സിലാകുന്നുണ്ടോ? കണ്ണ് തെളിയുന്നുണ്ടോ? അവൻ നമ്മോട് തിരുവെഴുത്തി വ്യാഖ്യാനിച്ച് തന്നപ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? കത്തിക്കൊണ്ടിരുന്നു. ആരുടെയും ഉള്ളു കത്തുന്നില്ലെങ്കിൽ എന്തോ കുന്തറാണ്ട ഉള്ളിൽ ഉണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഹൃദയം കത്തിക്കൊണ്ടിരുന്നു. ഇവിടെ ഏതാണ് വായിക്കുന്നത്? സത്യദൈവത്തെ അറിയുവാൻ വിവേകം തന്നു. നമ്മൾ ഇത് ഇത്രയും വായിക്കുമ്പോൾ തോന്നും വേറെ ഏതോ ഒരാളാണെന്ന് തോന്നും. അവിടെ യോഹന്നാൻ പറയുക, അങ്ങേര് തന്നെയാ സത്യദൈവം. ഹല്ലേലൂയ, അങ്ങേര് തന്നെയാ സത്യദൈവം. ആ സത്യദൈവത്തെ അദ്ദേഹം ജീവിച്ച് കാണിച്ചു, സംസാരിച്ച് കാണിച്ചു, വെളിപ്പെടുത്തി കാണിച്ചു. ഇതാണ് സത്യദൈവം. ഇനിയും നമ്മളെ ആകെ കുഴപ്പിക്കുന്ന ഒരു ഭാഗവും കൂടെ വരാൻ പോവുക. ചിലരുടെ ഉള്ളിൽ ആ വാക്യം വന്നു. ഈ യേശുക്രിസ്തുവേ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കുന്ന നമ്മൾ പറയുന്നത്, അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. പിതാവിനോട് പ്രാർത്ഥിക്കുന്നു എന്നാണ് ഞാൻ ഉൾപ്പെടെ പറയുന്നത്. പക്ഷേ മലയാളം ബൈബിള് നിങ്ങൾ എടുത്തു നോക്കിയേ, പ്രാർത്ഥിക്കുന്നു നല്ല എഴുതിയിരിക്കുക. ഇത് പറഞ്ഞിട്ട് തുടക്കം എങ്ങനെയാ? ആ 17-ന്റെ തുടക്കം പറഞ്ഞത് നമ്മളാ പ്രാർത്ഥിക്കുന്നത്. അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ ദൈവമേ എന്നൊക്കെ പറഞ്ഞാണ് മലയാളം വൊക്കാബുലറിയിൽ ഏതെല്ലാം കഠിനമായ പദമുണ്ടോ ആ പദമെല്ലാം ഉപയോഗിച്ച പരസ്യമായി ഒരു പ്രാർത്ഥന നടത്തുന്നത്. അപ്പോൾ സ്വർഗത്തിൽ വലിയ തിരക്ക്. എന്നാ തിരക്ക്? ദൂതന്മാരുടെ ഇടയിൽ. എന്നാ ദൂതന്മാരുടെ തിരക്ക്? എടാ ഡിക്ഷണറിയുടെ ഈ ഡിക്ഷണറി പുള്ളി പറയുന്ന വാക്കൊന്നും പിടികിട്ടുന്നില്ല. മനസ്സിലായില്ല? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ഇങ്ങനെയൊക്കെ ആസ്വദിക്കുന്നയാൾ. അവിടെ എഴുതിയിരിക്കുക സംസാരിക്കുക. ഇത് സംസാരിച്ചിട്ട് എങ്ങനെയാ എഴുതിയിരിക്കുന്നത്? സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞത്. പ്രാർത്ഥന പറച്ചിലാകണം കേട്ടോ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? പ്രാർത്ഥന പറച്ചിലാകണം. ആരോട് പറയണം? ഞാൻ എൻ്റെ അപ്പൻ ചാക്കോച്ചൻ്റെ അടുക്കൽ ചെന്ന്, പുള്ളി ഇങ്ങനെ കസേരയിൽ ഇങ്ങനെ കിടക്കുക. ഞാൻ അടുക്കൽ ചെന്ന്, അച്ഛാ എനിക്ക് നാളെ ഒരു പാഠപുസ്തകം വേണം, അല്ലാതെ വീടിൻ്റെ ഗ്രഹനാഥനായ പിതാവേ എന്ന് പറഞ്ഞല്ല. ഞാൻ പറയും, അച്ഛാ എനിക്ക് നാളെ പാഠപുസ്തകം വേണം, എനിക്ക് നാളെ ഫീസ് വേണം. എൻ്റെ ദൈവമേ, എന്തൊരു സ്വാതന്ത്ര്യം! നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം വേണം. ഞാൻ അങ്ങനെയൊരു മനുഷ്യനാ. ഞാൻ സംസാരിച്ചുകൊണ്ട് നടക്കും. ചിലപ്പം വട്ടനാന്ന് പറയും. ഞാൻ സംസാരിക്കും. സംസാരത്തിൽ ചിലപ്പോൾ ഞങ്ങൾ തമ്മിൽ വാക്ക് തർക്കവും ഉണ്ടാകും. ഇതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുകയില്ലേ.
സംസാരിക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ എന്നോട് ഭയങ്കരമായിട്ട് ബാർഗെയിൻ ചെയ്യും. ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ ചോദ്യം ചെയ്യും. ഒടുവിൽ ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോഴേ ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാം ഒന്ന് പറയണം, പ്രാക്ടിക്കലും ഇരിക്കട്ടെന്നേ, തല തന്നെ വളരാതെ. ഈ ഇങ്ങനെ സംസാരിച്ച് വന്ന് ഇയ്യോബിനോട് ദൈവം അങ്ങോട്ട് ഇടപെടാൻ തുടങ്ങി, ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ഇതിൻ്റെ എല്ലാം കഴിഞ്ഞപ്പോൾ ഈ പുള്ളി തോറ്റു തുന്നം പാടി. ആരെ? മറ്റേ 3-4 അടിച്ചിട്ടിരിക്കുക. ചോദ്യമൊക്കെ അവരോട് ചോദിച്ച് അടിച്ചിട്ടിരിക്കുക. അപ്പോഴാണ് ദൈവം ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഇയാൾക്ക് മറുപടിയില്ലാതെ വന്നപ്പോൾ അവിടെ ഒരു വചനം എഴുതിയിട്ടുണ്ട്, ഞാൻ കൈ കൊണ്ട് എൻ്റെ വായ് പൊത്തി, എൻ്റെ കൈ കൊണ്ട് ഞാൻ വായ് പൊത്തി. ഇത് സാധിക്കണമെങ്കിൽ എൻ്റെ വാത്സല്യ യുവതി യുവാക്കളെ, സഹോദരി സഹോദരന്മാരെ, ദൈവവേലക്കാരെ, നാം ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കണം. ഒരു കൂട്ടുകാരനോട്, സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ സംസാരിച്ചു കൊണ്ടിരിക്കണം. അതെത്ര അനുഗ്രഹമാണെന്നറിയാമോ? അതല്ല എൻ്റെ വിഷയമെങ്കിലും അത് പറഞ്ഞെന്നേ ഉള്ളൂ. അങ്ങനെ സംസാരിച്ചു വരുമ്പോൾ അതിൻ്റെ 3-ാം വാക്യത്തിൽ പറയുക, പുത്രൻ പറയുക പിതാവിനോട്, മതി, ഏക സത്യ ദൈവമായ നിന്നെയും. പുത്രൻ പറയുക എന്തുവാ? ഏകസത്യം ആരാ? അല്ല, കഴിഞ്ഞിടെ ഞാൻ പറഞ്ഞല്ലോ എല്ലാം കൂടി യേശു ആണെന്നും യേശുവിനെയാണ് 1 കൊരിന്ത്യർ 8:6 എന്തോ വാക്യം, പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ എന്നുള്ളത് യേശുവാണെന്ന് അവരൊക്കെ പറയുന്നു, യേശുവാണെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ളവരോട് ഞാനൊരു ചോദ്യം, ഇതേതായിരുന്നാലും യൂട്യൂബിൽ പോകും, അപ്പോൾ ഇതെല്ലാം പോകും, എയറിൽ പോകും. അപ്പോൾ എനിക്ക് അവരോട് ചോദിക്കാനുള്ളത് 1 കൊരിന്ത്യർ 8:6 പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ എന്നുള്ളത് യേശുവിനെയാണെങ്കിൽ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെയാണെങ്കിൽ, ഇതാ പുത്രൻ പിതാവിനോട് പറയുകയാണ് ഏക സത്യ ദൈവമായ. ഇതിനെന്നാ നിങ്ങൾ മറുപടി പറയും? ഈ പറഞ്ഞവർ ഇതിനെന്തു മറുപടി പറയും? കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 8:6 പിതാവായ ഏക ദൈവമെന്ന് പറയുന്നത് യേശുവാണെങ്കിൽ, ആ യേശു തന്നെയാണ് താൻ ദൈവത്തോട് സംസാരിക്കുമ്പോൾ പിതാവിനോട് പറയുന്നു ഏക സത്യ ദൈവമായ നിന്നെയും. അത് യേശു എങ്ങനെ ആകുന്നത്? യേശു ആകുകയില്ല. കാര്യം അടുത്തത് യേശു എന്താ പറയുന്നത്? നീ അയച്ച. അപ്പൊ പുത്രൻ വേറെയല്ലേ? ഇല്ലേ? പുത്രൻ വേറെ നിൽക്കുന്നു, നീ അയച്ച പുത്രൻ. പിന്നെ ഏക സത്യ ദൈവം അത് പിന്നെ എങ്ങനെ പുത്രനാ പറയുന്നത്? നീ അയച്ച പുത്രനെ അല്ലല്ലോ അവിടെ ഏക സത്യ ദൈവം എന്ന് പറഞ്ഞത്, അത് പിതാവിനോടല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ഒരു കാര്യം അങ്ങനെയുള്ളവർ മനസ്സിലാക്കണം, കണ്ണടച്ചിരുട്ടാക്കാൻ വളരെ എളുപ്പമാ. ഏക പിതാവെന്ന് പറയുന്നത് പിതാവായ ദൈവത്തെക്കുറിച്ചും മാത്രമാണ്. ആ പുത്രൻ പറയുക ഏക സത്യ ദൈവമാണ് പിതാവ്. അതേ പുസ്തകം ഇപ്പം നമ്മൾ വായിച്ചെടുത്ത് 1 യോഹന്നാൻ 5:20 പറയുക. പിന്നെ എന്താ പറഞ്ഞ്? അവൻ സത്യദൈവവും ആര്? യേശു പുത്രൻ. അപ്പൊ എത്ര സത്യദൈവമുണ്ട്? എത്ര സത്യദൈവമുണ്ട്? ഒറ്റ സത്യദൈവം, ഏക സത്യദൈവം. നമ്മൾ നേരത്തെ ചിന്തിച്ചു ഏകത്വത്തിലെ ബഹുത്വം. ഏകത്വം ദൈവമാണെങ്കിൽ അതിലുള്ള ആളത്വങ്ങളും എന്താ? ഇത് എന്തുവാ? പോഡിയമാണ്. ഞാൻ ഈ പിടിച്ചിരിക്കുന്ന പലക തടിയാണ്, ഇത് തടിയാണ്, കാല് തടിയാണ്, ഇതെല്ലാം തടിയാണ്, ഇല്ലയോ? ഇതെല്ലാം ഒന്നിച്ച് നിൽക്കുക. ഇത് അത്രയും വരികയല്ല, എങ്കിലും ഞാനങ്ങ് പറയുക. പിന്നെ നമ്മുടെ ചെറിയാൻ സാർ ഒരു ദൃഷ്ടാന്തം പഠിപ്പിച്ചു. അത് ഇപ്പോഴത്തെ ടെക്നോളജി വർദ്ധിച്ച് കമ്പ്യൂട്ടറുമായിട്ട് മല്ലുപിടുത്തം നടത്തുന്ന ഉപദേശിമാർക്ക് അതത്ര പിടിക്കുകയല്ലെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കതങ്ങ് പിടിച്ചു. നമ്മുടെ ചെറിയാൻ സാറ് പറഞ്ഞു, ചെറിയാൻ സാറ് തുടക്കം ഇങ്ങനായിരുന്നു, സഹോദരന്മാരെ അത് വലിയ ദൃഷ്ടാന്തമൊന്നും ആകുകയില്ല, പെട്ടെന്ന് മനസ്സിലാകാനുള്ളതാ. നമ്മുടെ റബ്ബർ ഇന്ന് പൊഴിഞ്ഞു പോകും. എന്തുവാ റബ്ബറുങ്കാ വരും. റബ്ബറുങ്കായ്ക്കകത്ത് എത്ര എണ്ണമുണ്ട്? 3 എണ്ണമുണ്ട്, 3 കായ്കൾ. അങ്ങനെയുള്ള ഉദാഹരണം എനിക്കിഷ്ടപ്പെടും, നിങ്ങൾക്ക് സൗകര്യമുണ്ട്, ഇഷ്ടപ്പെട്ടാൽ മതി. അദ്ദേഹം പറഞ്ഞു ആ 3 കായ്കൾ അതിനകത്ത്
ഉണ്ട്. അതൊന്ന് എടുത്തേച്ച് ഒരാൾ പറയുക, ദേ കണ്ടോ റബ്ബറിൻ കായ്കൾ എന്ന് പറയുമോ എന്നാ പുള്ളി ചോദിക്കുന്നത്. ഇത് കണ്ടോ റബ്ബറിൻ കായ്കൾ എന്ന് പറയുമോ? ഇല്ല, ഇതാ റബ്ബറിൻ കായ. അപ്പൊ തന്നെ അതിനകത്ത് എത്ര ഉണ്ട്? 3. അതിൽ ഒരെണ്ണം അടർത്തിയാൽ അതെന്താണ്? റബ്ബറിൻ കാ. ഒരെണ്ണം എടുത്താൽ അതെന്താ? റബ്ബറിൻ കാ. മൂന്നാമത്തേത് എടുത്താലും അത് റബ്ബറിൻ കായ്. ഒന്നിച്ച് ചേർക്കുമ്പോൾ റബ്ബറിൻ കാ. ഇന്നലെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് പോകുമ്പോഴേ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ആരാന്നൊന്നും പറയത്തില്ല, ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലാക്കാത്തവരെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഞാനതിന് മറുപടി ഒന്നും പറഞ്ഞില്ല, എന്തു വേണേലും ചെയ്യാം. ഇത്രയും പറഞ്ഞിട്ടും മനസ്സിലാക്കാത്തവരെ എന്ത് ചെയ്യണം? എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ, നിങ്ങളോട് ഒരു ദൈവദാസൻ കൈ കൂപ്പിക്കൊണ്ട് പറയുക, അന്യഥായുള്ള ഉപദേശം നിങ്ങൾ ചെല്ലുന്ന യൂണിവേഴ്സിറ്റികളിലോ കോളേജുകളിലോ ഓഫീസുകളിലോ നിങ്ങളെ പഠിപ്പിക്കാൻ ആരെങ്കിലുമൊക്കെ വരും. അങ്ങനെയുള്ള ഉപദേശ വിഷയങ്ങളിലുള്ള സഭകളിലേക്ക് നിങ്ങളെ വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കും. പോകരുത്. നിങ്ങൾ ഈ പത്യോപദേശം അനുസരിച്ച് വേണം നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ. വിവാഹപ്രായം എത്തിയിട്ടുള്ള മക്കളുണ്ടല്ലോ, നിങ്ങൾക്ക് ആലോചനയൊക്കെ വരുമ്പോൾ അപ്പന് ചിന്ത കാണുക, എങ്ങനെയും എവിടെയെങ്കിലും ഒന്ന് ഇറക്കി വിടാം. അങ്ങനെ ഇപ്പം എങ്ങോട്ടും അങ്ങനെ വിടുന്നില്ല. എന്നെ ഏതൊരു ഉപദേശ സത്യത്തിലാണോ വളർത്തിക്കൊണ്ട് വന്നത്, ഞാൻ അതിലേക്ക് പോകുന്നുള്ളൂ. ദൈവം സഹായിക്കട്ടെ. ഇങ്ങനെയൊക്കെ അല്ലാതെ ഈ പിള്ളയ്ക്ക് പറഞ്ഞു തരാൻ അറിയാൻ വയ്യ. അതുകൊണ്ട് ഈ ഉപദേശത്തെ മുറുകെ പിടിക്ക്, നിന്നെയും നിന്റെ ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളിലൂടെ ഒരു കാര്യം വെളിപ്പെട്ടു. എന്താണ്? പുത്രൻ ദൈവമാണ്.